നേപ്പാളിലെ കാഠ്മണ്ഡുവിലുള്ള ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം ശൈത്യകാലത്തെ ഒരിളം വെയിൽ ആ വിമാനത്താവളത്തിൽ വീണുകിടക്കുന്നുണ്ട്. 1999 ഡിസംബർ 24 പകൽ സമയം. എങ്ങും വലിയ തിരക്കും ബഹളങ്ങളുമാണ്. ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ നേപ്പാളിലെത്തിയവരാണ് യാത്രക്കാരിലധികവും. കുറച്ചുപേർ ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ പുതിയ ദമ്പതികളാണ്. മറ്റു ചിലർ ബിസിനസ് ആവശ്യങ്ങൾക്കായി വന്നവരും അവധി കഴിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് മടങ്ങുന്ന കുടുംബങ്ങളുമാണ്. എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ഒരുതരം സമാധാനവും കാണാം. ഡൽഹിയിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസിന്റെ IC814 എന്ന എയർബസ് A300 വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. യാത്രക്കാർ തങ്ങളുടെ ലഗേജുകളുമായി ക്യൂ നിൽക്കുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വിമാനത്താവളങ്ങളിൽ കാണുന്ന കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ അന്നത്രത്തോളം ശക്തമായിരുന്നില്ല. ആധുനിക സ്കാനറുകളോ ശരീരത്തിൽ തൊട്ടുള്ള കർശനമായ പരിശോധനകളോ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു വലിയ സുരക്ഷാ വീഴ്ചയിലൂടെയാണ് സാധാരണക്കാരെന്ന വ്യാജേന 5 സായുധരായ ഭീകരർ ആ വിമാനത്തിൽ കയറിപ്പറ്റുന്നത്. അവരുടെ ബാഗുകളിലും പോക്കറ്റുകളിലുമായി പിസ്റ്റളുകളും ഗ്രനേഡുകളും മൂർച്ചയേറിയ കത്തികളും ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ നാട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിൽ മറ്റ് യാത്രക്കാർ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. വിമാനത്തിന്റെ കോക്പിറ്റിൽ ക്യാപ്റ്റൻ ദേവി ശരൺ തനിക്ക് മുന്നിലുള്ള ഉപകരണങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലാണ്. 37 വയസ്സുള്ള 12,000-ലധികം മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയമുള്ള ഒരു മികച്ച പൈലറ്റാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ഫസ്റ്റ് ഓഫീസർ രജീന്ദർ കുമാറും ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽകുമാർ ജാഗിയയുമുണ്ട്. വിമാനത്തിന്റെ ക്യാബിനിൽ എയർ ഹോസ്റ്റസുമാർ യാത്രക്കാരെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. അവർ യാത്രക്കാരെ സീറ്റുകൾ കണ്ടെത്താനും ലഗേജുകൾ മുകളിലെ ക്യാബിനിൽ വയ്ക്കാനും സഹായിക്കുകയാണ്. മൊത്തം 176 യാത്രക്കാരും 15 ക്രൂ അംഗങ്ങളുമാണ് ആ വിമാനത്തിലുള്ളത്. സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിരിക്കുന്നു. വിമാനത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നു. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള അനുമതി ലഭിച്ചതോടെ IC814 റൺവേയിലൂടെ കുതിച്ചുപാഞ്ഞ് ആകാശത്തേക്ക് ഉയരുകയാണ്. കാഠ്മണ്ഡുവിന്റെ മനോഹരമായ കാഴ്ചകൾ താഴെ മറയുന്നു. വിമാനത്തിന്റെ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കുന്ന യാത്രക്കാർക്ക് മഞ്ഞുമൂടിക്കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിരകളുടെ അതിമനോഹരമായ ദൃശ്യം കാണാം. യാത്ര വളരെ ശാന്തമായാണ് മുന്നോട്ടു പോകുന്നത്. വിമാനം അതിന്റെ നിശ്ചിത ഉയരത്തിലെത്തിയതോടെ സീറ്റ് ബെൽറ്റ് സൈനുകൾ ഓഫ് ചെയ്യപ്പെടുന്നു. യാത്രക്കാർ തങ്ങളുടെ സീറ്റുകളിൽ വിശ്രമിക്കാൻ തുടങ്ങുന്നു. ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നു, ചിലർ പരസ്പരം സംസാരിക്കുന്നു. കുട്ടികൾ വിമാനത്തിനുള്ളിൽ കളിക്കുന്നു. ഫ്ലൈറ്റ് അറ്റൻഡന്റുമാർ ട്രോളികളിൽ ചായയും കാപ്പിയും ലഘുഭക്ഷണങ്ങളുമായി യാത്രക്കാർക്കടുത്തേക്ക് വരുന്നു. എങ്ങും കാപ്പിയുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. എല്ലാം വളരെ സാധാരണമായൊരു സായാഹ്ന യാത്ര. എന്നാൽ സമയം ഏകദേശം വൈകുന്നേരം 4:55 ആകുന്നു. വിമാനം ഇപ്പോൾ നേപ്പാൾ അതിർത്തി കടന്ന് ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലക്നൌവിന് മുകളിലൂടെയാണ് വിമാനം ഇപ്പോൾ പറക്കുന്നത്. പെട്ടെന്ന് എക്കോണമി ക്ലാസ്സിലെ ഒരു സീറ്റിൽ നിന്നും ഒരാൾ എഴുന്നേൽക്കുന്നു. അയാളുടെ മുഖത്ത് ഒരു ചുവന്ന മങ്കി ക്യാപ്പ് ധരിച്ചിട്ടുണ്ട്. അയാളുടെ വലതുകൈയിൽ ഒരു തോക്കും ഇടതുകൈയിൽ ഒരു ഗ്രനേഡുമുണ്ട്. അയാൾ വലിയ ശബ്ദത്തിൽ വിമാനത്തിനുള്ളിൽ അലറുന്നു. ആരും അനങ്ങരുത്, ഇതൊരു ഹൈജാക്കിംഗ് ആണ്. എല്ലാവരും സീറ്റുകളിലിരിക്കുക, തലകൾ താഴേക്ക് വയ്ക്കുക. ആദ്യത്തെ കുറച്ചു നിമിഷങ്ങളിൽ യാത്രക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലർ വിചാരിക്കുന്നത് ഇതാരോ തമാശ കാണിക്കുകയാണെന്നാണ്. എന്നാൽ തൊട്ടുപിന്നാലെ വിമാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും 4 പേർ കൂടി മുഖംമൂടികൾ ധരിച്ച് ആയുധങ്ങളുമായി എഴുന്നേൽക്കുന്നു. അതോടെ വിമാനത്തിനുള്ളിലെ അന്തരീക്ഷം പൂർണ്ണമായും മാറുന്നു. കുട്ടികൾ കരയാൻ തുടങ്ങുന്നു. സ്ത്രീകളുടെ അടക്കിപ്പിടിച്ചുള്ള നിലവിളികൾ കേൾക്കാം. ഭീകരർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ അടയ്ക്കുക, ആരെങ്കിലും ഞങ്ങളെ നോക്കാൻ ശ്രമിച്ചാൽ അവരെ ഞങ്ങൾ കൊല്ലും എന്നവർ ഭീഷണിപ്പെടുത്തുന്നു. യാത്രക്കാരുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാകുന്നു. എല്ലാവരും തങ്ങളുടെ സീറ്റുകൾക്കിടയിലേക്ക് തല താഴ്ത്തി കണ്ണുകൾ ഇറുകെ അടച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഇതേ സമയം ഭീകരരിൽ 2 പേർ അതിവേഗം വിമാനത്തിന്റെ മുൻഭാഗത്തേക്ക് കുതിക്കുന്നു. ബിസിനസ് ക്ലാസ് കടന്ന് അവർ കോക്പിറ്റിന്റെ വാതിലിന് മുന്നിലെത്തുന്നു. യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവർ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നു. പുറത്തു നടക്കുന്ന ബഹളങ്ങൾ കോക്പിറ്റിലിരിക്കുന്ന ക്യാപ്റ്റൻ ദേവി ശരൺ അറിയാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അദ്ദേഹം പുറകിലേക്ക് നോക്കുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിലേക്ക് ഒരു തണുത്ത തോക്കിന്റെ കുഴലമരുന്നു. ചുവന്ന മുഖംമൂടി ധരിച്ച ഭീകരരുടെ തലവനായ ചീഫ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. വിമാനം പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിക്കുക.
ലാഹോറിലേക്ക് വിമാനം പറത്തുക, ഭീകരൻ ആജ്ഞാപിക്കുന്നു. ക്യാപ്റ്റൻ ദേവി ശരണിന് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തന്റെ നീണ്ട കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഇങ്ങനെയൊരു സാഹചര്യത്തെ നേരിടുന്നത്. എന്നാൽ താനൊരു പൈലറ്റാണ്. തന്റെ പിന്നിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ജീവൻ തന്റെ കൈകളിലാണെന്ന ബോധ്യം അദ്ദേഹത്തെ ശാന്തനാക്കുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു രഹസ്യ സന്ദേശം അയക്കുന്നു. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഡൽഹിയിലുള്ള അധികൃതർ അറിയുന്നത് അങ്ങനെയാണ്. ക്യാപ്റ്റൻ ദേവി ശരൺ ഭീകരനോട് പറയുന്നു, ഞങ്ങൾക്ക് ലാഹോറിലേക്ക് പോകാൻ കഴിയില്ല. ഡൽഹിയിലെത്താനുള്ള ഇന്ധനം മാത്രമേ ഈ വിമാനത്തിലുള്ളൂ. ലാഹോറിലേക്ക് പോയാൽ ഇന്ധനം തീർന്ന് വിമാനം തകർന്നു വീഴും. എന്നാൽ ഭീകരർ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവർ തൂക്കുകൊണ്ട് ക്യാപ്റ്റനെ ഭീഷണിപ്പെടുത്തുന്നു. വിമാനം ലാഹോറിലേക്ക് തന്നെ തിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഓരോ യാത്രക്കാരെയായി കൊന്നു തുടങ്ങും. വിമാനത്തിനുള്ളിലെ സ്ഥിതിഗതികൾ വളരെ വഷളാകുകയാണ്. ഭീകരർ യാത്രക്കാരുടെ പാസ്പോർട്ടുകളും വിലപിടിപ്പുള്ള സാധനങ്ങളും പിടിച്ചുവാങ്ങുന്നു. പുരുഷന്മാരായ യാത്രക്കാരെ അവരുടെ കുടുംബങ്ങളിൽ നിന്നും മാറ്റി വേറെ സീറ്റുകളിലേക്കിരുത്തുന്നു. എല്ലാവരുടെയും കണ്ണുകൾ കെട്ടാൻ അവർ ആവശ്യപ്പെടുന്നു. ചെറിയ കുട്ടികൾ പോലും ഭയം കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ കരയുകയാണ്. ഒരു നിമിഷം മുൻപ് വരെ സന്തോഷിച്ചിരുന്ന ആ യാത്രക്കാരുടെ ജീവിതം പൂർണ്ണമായും അനിശ്ചിതത്വത്തിലേക്ക് വീണിരിക്കുന്നു. കോക്പിറ്റിൽ ക്യാപ്റ്റൻ ദേവി ശരൺ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. വിമാനത്തിൽ ആവശ്യത്തിന് ഇന്ധനമില്ല എന്ന സത്യം ഭീകരരെ പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഒടുവിൽ എവിടെയെങ്കിലും ഇറക്കി ഇന്ധനം നിറയ്ക്കാൻ ഭീകരർ സമ്മതിക്കുന്നു. ഇന്ത്യയിലെ അമൃത്സറാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. IC-814 അതിന്റെ ദിശ മാറ്റുന്നു. ഡൽഹിയിലേക്ക് പോകേണ്ട വിമാനം ഇപ്പോൾ നേരെ പഞ്ചാബിലെ അമൃത്സറിലേക്ക് പറക്കുകയാണ്. താഴെ ഭൂമിയിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ ഈ വാർത്തയറിഞ്ഞ് വലിയൊരു ഞെട്ടലിലാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അമൃത്സറിൽ ആ വിമാനം ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന ഭയം എല്ലാവരിലും നിറയുന്നു. ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ ഒരു വലിയ ദുരന്തത്തെയും പേറി ആ വിമാനം അമൃത്സർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചം പൂർണ്ണമായും മാഞ്ഞ് ആകാശത്ത് ഇപ്പോൾ കനത്ത ഇരുട്ട് പരന്നിരിക്കുന്നു. താഴെ പഞ്ചാബിലെ അമൃത്സർ നഗരത്തിന്റെ വൈദ്യുത വിളക്കുകൾ മിന്നിത്തിളങ്ങുന്നത് കാണാം. സമയം വൈകുന്നേരം ഏകദേശം 7 മണിയോടടുക്കുന്നു. IC-814 എന്ന ആ എയർബസ് വിമാനം അമൃത്സറിലെ രാജാസാൻസി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് താഴ്ന്നിറങ്ങാൻ തുടങ്ങുകയാണ്. വിമാനത്തിനുള്ളിലെ ഇന്ധനത്തിന്റെ അളവ് അപകടകരമായ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ക്യാപ്റ്റൻ ദേവി ശരണിന് നന്നായി അറിയാം. ഇനിയും ആകാശത്ത് തുടർന്നാൽ വിമാനം തകർന്നു വീഴുമെന്ന് മനസ്സിലാക്കിയ ഭീകരർ തന്നെയാണ് ഒടുവിൽ അമൃത്സറിൽ ഇറക്കാൻ അനുമതി നൽകിയത്. വിമാനത്തിന്റെ ടയറുകൾ അമൃത്സറിലെ റൺവേയിൽ വലിയ ശബ്ദത്തോടെ തൊടുന്നു. സീറ്റുകൾക്കിടയിൽ തല താഴ്ത്തി കണ്ണുകൾ ഇറുകയടച്ച് ഭയന്നു വിറച്ചിരുന്ന ആ 176 യാത്രക്കാരുടെ മനസ്സിലൂടെ ഒരു ചെറിയ ആശ്വാസത്തിന്റെ തെന്നൽ കടന്നുപോയി. തങ്ങൾ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ത്യയിലാണ് വിമാനം ഇറക്കിയിരിക്കുന്നത്. ഇനി പോലീസും പട്ടാളവും വന്ന് തങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് ഓരോ യാത്രക്കാരനും ആ നിമിഷം ഉള്ളുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. വിമാനം റൺവേയിലൂടെ ഓടി ഒരു വശത്തേക്ക് മാറി നിൽക്കുമ്പോൾ കോക്പിറ്റിൽ ഭീകരരുടെ തലവനായ ചീഫ് ക്യാപ്റ്റൻ ദേവി ശരണിന്റെ കഴുത്തിൽ തോക്കമർത്തി പിടിച്ചു നിൽക്കുകയാണ്. വേഗം ഇന്ധനം നിറയ്ക്കുക. ഒറ്റ പോലീസുകാരൻ പോലും വിമാനത്തിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ഇവിടെ നിന്ന് നമുക്ക് ഉടൻ തന്നെ പാകിസ്ഥാനിലെ ലാഹോറിലേക്ക് പോകണം, അയാൾ അലറി. ക്യാപ്റ്റൻ ശരൺ അമൃത്സർ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുന്നു. വിമാനത്തിൽ ആയുധധാരികളായ ഭീകരരുണ്ടെന്നും ഉടൻ തന്നെ ഇന്ധനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ യഥാർത്ഥ ലക്ഷ്യം അതായിരുന്നില്ല. എത്രയും കൂടുതൽ സമയം വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ പിടിച്ചിടാമോ അത്രയും വേഗം ഇന്ത്യൻ കമാൻഡോകൾക്ക് വിമാനത്തിലേക്ക് ഇരച്ചു കയറാനും ഭീകരരെ കീഴ്പ്പെടുത്തി യാത്രക്കാരെ രക്ഷിക്കാനും സാധിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ഒരു പൈലറ്റ് എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം സമയം നീട്ടിക്കൊണ്ടുപോകുക എന്നത് മാത്രമായിരുന്നു. താഴെ ഇന്ത്യയുടെ ഭരണശിരാകേന്ദ്രമായ ഡൽഹിയിൽ ഈ സമയം വലിയ അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും പടരുകയായിരുന്നു. രാജ്യത്തെ നടുക്കിയ ഈ ഹൈജാക്കിംഗ് വാർത്തയറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം അടിയന്തര യോഗം ചേർന്നു. ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഭീകരരെ നേരിടാൻ പരിശീലനം ലഭിച്ച നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അഥവാ NSG കമാൻഡോകൾ ഡൽഹിക്കടുത്തുള്ള മനേസറിലാണുള്ളത്.
അവരെ അടിയന്തരമായി അമൃത്സറിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവുകൾ നൽകി. എന്നാൽ വിമാനങ്ങൾ തയ്യാറാക്കുന്നതിലും ട്രാഫിക് ബ്ലോക്കുകൾക്കിടയിലൂടെ കമാൻഡോകൾക്ക് ഡൽഹി വിമാനത്താവളത്തിൽ എത്തുന്നതിലുമുണ്ടായ കാലതാമസം വലിയൊരു ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഓരോ മിനിറ്റും വിലപ്പെട്ടതായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങൾക്ക് ആ നിമിഷങ്ങളിൽ വേണ്ടത്ര വേഗതയുണ്ടായിരുന്നില്ല. അമൃത്സർ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു നിൽക്കുകയാണ്. ഒരു ഹൈജാക്കിംഗ് സാഹചര്യത്തെ നേരിടാനുള്ള യാതൊരു മുൻപരിചയവും അവർക്കില്ലായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള കൃത്യമായ ഉത്തരവുകൾക്കായി അവർ കാത്തിരുന്നു. എങ്ങനെയെങ്കിലും വിമാനം പറന്നുയരുന്നത് തടയുക എന്ന നിർദ്ദേശം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. വിമാനത്താവളത്തിന്റെ റൺവേയിൽ ഇപ്പോൾ കനത്ത ഇരുട്ടാണ്. IC-814ന്റെ എഞ്ചിനുകൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിമാനത്തിനുള്ളിൽ ഭീകരർക്ക് പതുക്കെ അക്ഷമ തുടങ്ങുകയാണ്. സമയം കടന്നുപോകുന്തോറും അവർ കൂടുതൽ അക്രമാസക്തരായി മാറാൻ തുടങ്ങി. അവർ വിമാനത്തിന്റെ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോലീസിനെയോ പട്ടാളത്തെയോ കണ്ടാൽ യാത്രക്കാരെ ഒന്നൊന്നായി കൊന്നു തുടങ്ങും എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു. യാത്രക്കാരുടെ ഹൃദയമിടിപ്പ് വീണ്ടും വേഗത്തിലാകാൻ തുടങ്ങി. എഞ്ചിനുകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും പുറത്തുനിന്നും കേൾക്കാൻ കഴിയുന്നില്ല. വിമാനത്തിന്റെ ക്യാബിനിൽ കടുത്ത നിശബ്ദതയാണ്. ആ നിശബ്ദതയെ ഭേദിക്കുന്നത് ഭീകരരുടെ കാൽവയ്പുകളുടെ ശബ്ദവും അവരുടെ അസഭ്യവർഷങ്ങളും മാത്രമാണ്. കോക്പിറ്റിൽ ക്യാപ്റ്റൻ ദേവി ശരൺ വീണ്ടും എയർ ട്രാഫിക് കൺട്രോളിനോട് ഇന്ധനം ആവശ്യപ്പെടുന്നു. ATC ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറയുന്നു, ഇന്ധനം നിറയ്ക്കാനുള്ള വാഹനം തയ്യാറാണ്, അതുടൻ തന്നെ വിമാനത്തിനടുത്തേക്കെത്തും. ഈ സംഭാഷണം കേൾക്കുന്ന ഭീകരൻ വിശ്വസിക്കുന്നത് ഇന്ധനം വരുന്നുണ്ടെന്നാണ്. എന്നാൽ സമയങ്ങൾ കഴിയുമ്പോഴും യാതൊരു വാഹനവും വിമാനത്തിനടുത്തേക്ക് വരുന്നില്ല. ഇത് ഭീകരരിൽ സംശയം ജനിപ്പിക്കുന്നു. ഇന്ത്യ തങ്ങളെ ചതിക്കുകയാണെന്നും സമയം വൈകിപ്പിച്ച് കമാൻഡോകളെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നു. ചീഫ് എന്ന് വിളിക്കപ്പെടുന്ന ഭീകരൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. അയാൾ ക്യാപ്റ്റൻ ശരണിന്റെ തലയിലേക്ക് തോക്കിന്റെ കുഴൽ കൂടുതൽ ശക്തിയോടെ അമർത്തി. നീ എന്നെ കബളിപ്പിക്കുകയാണോ? ഇനി ഇന്ധനം വേണ്ട, ഇപ്പോൾ തന്നെ വിമാനം മുന്നോട്ടെടുക്കുക, അയാൾ ആക്രോശിച്ചു. ക്യാപ്റ്റൻ വീണ്ടും അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ധനമില്ലാതെ വിമാനം ആകാശത്തേക്ക് ഉയർത്താൻ കഴിയില്ല, നമ്മളെല്ലാവരും മരിച്ചുപോകും. പക്ഷേ ഭീകരർ ഇപ്പോൾ യാതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. യാത്രക്കാരിൽ ചിലരെ അവർ തങ്ങളുടെ സീറ്റുകളിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് മർദ്ദിക്കാൻ തുടങ്ങി. തോക്കിന്റെ പാത്തി കൊണ്ട് യാത്രക്കാരുടെ തലക്കടിച്ചു. രക്തം പൊടിയാൻ തുടങ്ങി. വിമാനത്തിനുള്ളിലെ നിലവിളികൾ കോക്പിറ്റിലിരിക്കുന്ന ക്യാപ്റ്റന്റെ കാതുകളിലേക്കും എത്തുന്നുണ്ടായിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന ഭീകരരുടെ കണ്ണുകളിലെ ഭ്രാന്തമായ ക്രൂരത അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അമൃത്സറിൽ വിമാനമിറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 45 മിനിറ്റുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ കമാൻഡോകൾക്ക് അമൃത്സറിലേക്ക് എത്താൻ ഇനിയും ഏറെ സമയം ആവശ്യമായിരുന്നു. ഇതിനിടയിൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ വിമാനം പറന്നുയരുന്നത് തടയാൻ ഒരവസാന ശ്രമമെന്ന നിലയിൽ റൺവേയുടെ നടുവിലേക്ക് ഒരു ഇന്ധന ടാങ്കർ അയക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ചുവന്ന ടാങ്കർ പതിയെ റൺവേയിലൂടെ വിമാനത്തിന് നേരെ വരുന്നത് ഭീകരർ കാണുന്നു. എന്നാൽ അത് വിമാനത്തിന് ഇന്ധനം നൽകാനല്ല, മറിച്ച് വിമാനത്തിന്റെ വഴി തടയാനാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ആ വാഹനം കണ്ടതോടെ ഭീകരരുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആ വാഹനത്തിൽ കമാൻഡോകൾ ഒളിച്ചിരിപ്പുണ്ടാകാം എന്നവർ ഭയന്നു. ടേക്ക് ഓഫ്, ഇപ്പോൾ തന്നെ വിമാനം പറത്തുക, ഇല്ലെങ്കിൽ ഈ കോക്പിറ്റിൽ വെച്ച് ആദ്യം നിന്നെ ഞാൻ കൊല്ലും, പിന്നെ പുറകിലുള്ള എല്ലാവരെയും ഭീകരൻ അലറിത്തുള്ളി. ഒരു വശത്ത് കഴുത്തിലമർന്നിരിക്കുന്ന ലോഡ് ചെയ്ത തോക്ക്, മറുവശത്ത് പിന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് യാത്രക്കാർ. ഇന്ധനത്തിന്റെ മീറ്റർ 0-ഓടടുത്തിരിക്കുന്നു. ക്യാപ്റ്റൻ ദേവി ശരണിന് മുന്നിൽ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് പൂർണ്ണ ശക്തി നൽകി. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള യാതൊരു അനുമതിയുമില്ലാതെ ഇരുട്ടിലൂടെ ആ വലിയ എയർബസ് വിമാനം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. റൺവേയുടെ നടുവിൽ വഴിതടയാൻ നിർത്തിയിട്ടിരുന്ന ആ വലിയ ചുവന്ന ഇന്ധന ടാങ്കറിന് നേരെയാണ് വിമാനം അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നത്. കൂട്ടിയിടിക്കാൻ വെറും മീറ്ററുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരത്ഭുതം പോലെ ക്യാപ്റ്റൻ ശരൺ വിമാനത്തിന്റെ മുൻഭാഗം ആകാശത്തേക്ക് ഉയർത്തി. ആ ഇന്ധന ടാങ്കറിന് വെറും തൊട്ടുമുകളിലൂടെ ഏതാനും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ IC-814 എന്ന ആ യാത്രാവിമാനം അമൃത്സറിന്റെ ഇരുണ്ട ആകാശത്തേക്ക് പറന്നുയർന്നു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ വിമാനം ആ ടാങ്കറിലിടിച്ച് വലിയൊരു അഗ്നിഗോളമായി മാറിയേനെ. അമൃത്സർ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ കാഴ്ച കണ്ട് സ്തബ്ധരായി നിന്നുപോയി. കൈപ്പിടിയിൽ ഒതുക്കാവുന്ന
ഇന്ത്യയുടെ മണ്ണിൽ വെച്ചു തന്നെ ഭീകരരെ കീഴ്പ്പെടുത്തി യാത്രക്കാരെ രക്ഷിക്കാമായിരുന്ന ആ സുവർണാവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ സുരക്ഷാ സേനകൾക്ക് ഇതൊരു വലിയ പരാജയമായിരുന്നു. യാതൊരു ദിശാബോധവുമില്ലാതെ, ഇന്ധനമില്ലാതെ ഒരു കൂട്ടം കൊടും ഭീകരരുടെ തോക്കിൻ മുനയിൽ ആ വിമാനം ഇപ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി ലക്ഷ്യമാക്കി പറക്കുകയാണ്. അമൃത്സറിലെ 45 മിനിറ്റ് നേരത്തെ പ്രതീക്ഷകൾക്ക് ശേഷം യാത്രക്കാരുടെ മനസ്സിലേക്ക് വീണ്ടും മരണഭയം ഇരച്ചുകയറി. വിമാനത്തിനുള്ളിലെ ഇരുട്ടിൽ തങ്ങളുടെ വിധി എന്താകുമെന്നറിയാതെ ആ 176 ജീവനുകൾ വീണ്ടും ആകാശത്തിന്റെ ശൂന്യതയിലേക്ക് മറയുകയാണ്. അമൃത്സറിലെ ഇരുണ്ട ആകാശത്തേക്ക് ജീവൻ മരണ പോരാട്ടത്തിലൂടെ കുതിച്ചുയർന്ന ആ എയർബസ് വിമാനം ഇപ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി ലക്ഷ്യമാക്കി പറക്കുകയാണ്. കോക്പിറ്റിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു. വിമാനത്തിന്റെ ഡാഷ്ബോർഡിലെ ഇന്ധനത്തിന്റെ സൂചിക ഇപ്പോൾ കൃത്യമായി 0-ലാണ് നിൽക്കുന്നത്. എഞ്ചിനുകൾ ഏതു നിമിഷവും നിലച്ചുപോകാം. താഴെ ലാഹോർ നഗരത്തിന്റെ മിന്നിത്തിളങ്ങുന്ന വെളിച്ചങ്ങൾ ക്യാപ്റ്റൻ ദേവി ശരണിനെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ലാഹോർ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഇതൊരു ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനമാണ്. ഞങ്ങൾക്ക് ഇന്ധനമില്ല. ഏതു നിമിഷവും വിമാനം തകർന്നു വീഴാം. അടിയന്തരമായി ലാഹോറിൽ ലാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അനുമതി നൽകണം. ക്യാപ്റ്റന്റെ ശബ്ദത്തിൽ ജീവനു വേണ്ടിയുള്ള ഒരു യാചനയുണ്ടായിരുന്നു. എന്നാൽ മറുതലയ്ക്കിൽ നിന്നും വന്ന മറുപടി അദ്ദേഹത്തെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്കിവിടെ ഇറങ്ങാൻ അനുമതിയില്ല. ഇന്ത്യൻ അതിർത്തിയിലേക്ക് തന്നെ തിരികെ പോകുക. തന്റെ പിന്നിലിരിക്കുന്ന 176 നിരപരാധികളായ യാത്രക്കാരുടെ ജീവൻ വെച്ചാണ് പാകിസ്ഥാൻ അധികൃതർ ഈ ക്രൂരമായ കളി കളിക്കുന്നതെന്ന് ക്യാപ്റ്റന് മനസ്സിലായി. വിമാനം ലാഹോർ വിമാനത്താവളത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് താഴെ വിമാനത്താവളത്തിലെ റൺവേയിലെ വിളക്കുകൾ ഒന്നൊന്നായി അണയുന്നത് ക്യാപ്റ്റൻ കണ്ടു. ലാഹോർ നഗരത്തിലെ പ്രധാന വൈദ്യുത ബന്ധം പോലും അവർ വിച്ഛേദിച്ചു. എങ്ങും കൂരിരുട്ടു മാത്രം. വിമാനം എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യുന്നത് തടയാൻ അവർ നഗരത്തെ മുഴുവൻ അന്ധകാരത്തിലാക്കിയിരിക്കുകയാണ്. എഞ്ചിനുകളിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ധനം പൂർണ്ണമായും തീർന്നിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണത്. ഭീകരർ കോക്പിറ്റിൽ തോക്കുമായി നിൽക്കുന്നുണ്ടെങ്കിലും മരണം തൊട്ടുമുന്നിൽ കാണുന്ന ആ നിമിഷത്തിൽ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഒരു പൈലറ്റ് എന്ന നിലയിൽ തന്റെ അവസാനത്തെ ശ്രമം നടത്താൻ ക്യാപ്റ്റൻ ദേവി ശരൺ തീരുമാനിച്ചു. ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു വലിയ ഹൈവേ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. അതൊരു ഹൈവേ ആണോ അതോ റൺവേ ആണോ എന്നുപോലും തിരിച്ചറിയാൻ കഴിയാത്തത്ര ഇരുട്ടായിരുന്നു അവിടെ. എങ്കിലും അവിടെ വിമാനം ഇടിച്ചിറക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. വിമാനം അതിവേഗം താഴേക്ക് കുതിക്കുകയാണ്. യാത്രക്കാർ മരണത്തെ മുഖാമുഖം കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ റൺവേയിൽ തൊടാൻ വെറും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു വലിയ അത്ഭുതം പോലെ ലാഹോർ വിമാനത്താവളത്തിലെ വിളക്കുകൾ ഒറ്റയടിക്ക് തെളിഞ്ഞു. 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന ഒരു വലിയ വിമാനാപകടം തങ്ങളുടെ മണ്ണിലുണ്ടാകുന്നത് ഒഴിവാക്കാൻ പാകിസ്ഥാൻ അധികൃതർ അവസാന നിമിഷമെടുത്ത തീരുമാനമായിരുന്നു അത്. വലിയൊരു കുലുക്കത്തോടെ IC-814 ലാഹോർ വിമാനത്താവളത്തിന്റെ റൺവേയിൽ സുരക്ഷിതമായി സ്പർശിച്ചു. കോക്പിറ്റിലിരുന്ന ക്യാപ്റ്റൻ ഒരു വലിയ നെടുവീർപ്പോടെ കണ്ണുകളടച്ചു. വിമാനം ലാഹോറിൽ ലാൻഡ് ചെയ്തതോടെ ഭീകരർ വീണ്ടും തങ്ങളുടെ ക്രൂരമായ മുഖം പുറത്തെടുക്കാൻ തുടങ്ങി. അമൃത്സറിൽ ഇന്ത്യ തങ്ങളെ ചതിക്കാൻ ശ്രമിച്ചതിന്റെ ദേഷ്യം മുഴുവൻ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. വിമാനത്തിന് ഇന്ധനം നൽകാൻ പാകിസ്ഥാൻ അധികൃതർ തയ്യാറായി. പുറത്ത് ഇന്ധനം നിറയ്ക്കുന്ന ജോലികൾ നടക്കുമ്പോൾ വിമാനത്തിനുള്ളിൽ ഭീകരർ യാത്രക്കാർക്ക് നേരെ തിരിഞ്ഞു. ഇന്ത്യ സർക്കാരിനും ലോകത്തിനും ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകാൻ അവർ തീരുമാനിച്ചു. അതിനായി അവരൊരു യാത്രക്കാരനെ തെരഞ്ഞെടുക്കുകയാണ്. 25-കാരനായ രൂബിൻ കത്തിയാൽ. നേപ്പാളിൽ തന്റെ ഹണിമൂൺ ആഘോഷിച്ച ശേഷം വിവാഹിതയായ ഭാര്യ രചനയോടൊപ്പം ഡൽഹിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ. ഭീകരർ രൂബിനെ അയാളുടെ സീറ്റിൽ നിന്നും ക്രൂരമായി വലിച്ചിഴച്ചു. വിമാനത്തിന്റെ ബിസിനസ് ക്ലാസ് ഏരിയയിലേക്ക് അയാളെ കൊണ്ടുപോയി. അയാളുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിരുന്നു. ഭാര്യ രചന ഇതെല്ലാം കേട്ട് ഭയന്ന് വിറച്ച് പിന്നിലെ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വിമാനത്തിനുള്ളിലെങ്ങും കനത്ത നിശബ്ദതയാണ്. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് രൂപിന്റെ ഹൃദയഭേദകമായ നിലവിളി ഉയർന്നു. ഭീകരരിൽ ഒരാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ കത്തികൊണ്ട് രൂപിന്റെ നെഞ്ചിലും കഴുത്തിലും നിർദ്ദയം കുത്തിയിറക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്ന് വിമാനത്തിന്റെ തറയിലേക്ക് ഒഴുകിപ്പരന്നു. വെറുമൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി മാത്രം, യാതൊരു പ്രകോപനവുമില്ലാതെ അവരാ ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തി. വിമാനത്തിനുള്ളിലെ ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ. മറ്റു യാത്രക്കാർ ഈ നിലവിളി കേട്ട് ഭയന്ന് വിറങ്ങലിച്ച സീറ്റുകളിലിരുന്നു. തങ്ങളുടെ ഊഴം എപ്പോഴാണെന്ന ഭയം ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിറഞ്ഞു നിന്നു.
രൂപിൻ കൊല്ലപ്പെട്ട വിവരം ഭാര്യ രചന അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ഇന്ധനം നിറച്ചതിനു ശേഷം വിമാനം വീണ്ടും ആകാശത്തേക്ക് ഉയർത്താൻ ഭീകരർ ക്യാപ്റ്റനോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ താവളമായ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് പോകാനായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ കാബൂൾ വിമാനത്താവളത്തിൽ രാത്രിയിൽ വിമാനമിറക്കാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല എന്ന് എയർ ട്രാഫിക് കൺട്രോൾ അറിയിച്ചു. കമാൻഡോകളുടെ ആക്രമണം ഭയന്ന് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ വിമാനം നിർത്താനും അവർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ വിമാനം മിഡിൽ ഈസ്റ്റിലേക്ക് തിരിക്കാൻ അവർ തീരുമാനിച്ചു. IC-814 ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബൈ ലക്ഷ്യമാക്കി പറക്കുകയാണ്. അറബിക്കടലിന് മുകളിലൂടെയുള്ള ആ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനുള്ള നരകമായിരുന്നു. മണിക്കൂറുകളായി അവർ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. വിമാനത്തിനുള്ളിലെ എയർ കണ്ടീഷനിംഗ് പലപ്പോഴും പ്രവർത്തിക്കുന്നില്ലായിരുന്നു. നൂറുകണക്കിന് ആളുകൾ ഉപയോഗിച്ചതിനാൽ വിമാനത്തിലെ ടോയ്ലറ്റുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തുടങ്ങി. ക്യാബിനുള്ളിൽ അസഹനീയമായ ദുർഗന്ധം പരന്നു. സീറ്റുകളിൽ നിന്നും അനങ്ങാൻ പോലും ഭീകരർ ആരെയും അനുവദിച്ചില്ല. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉടൻ തന്നെ തോക്കിന്റെ പാത്തി കൊണ്ടുള്ള അടിയാണ് അവർക്ക് ലഭിച്ചത്. കുട്ടികൾ വിശപ്പും ദാഹവും സഹിച്ച് തളർന്നുറങ്ങിത്തുടങ്ങിയിരുന്നു. രക്തത്തിന്റെ ഗന്ധവും മരണഭയവും ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധവും നിറഞ്ഞ ആ ക്യാബിനിൽ ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അതിരാവിലെ ദുബായിലെ അൽ മിൻഹാദ് എയർബേസിൽ വിമാനം ലാൻഡ് ചെയ്യുന്നു. സൈനിക ആവശ്യങ്ങൾക്കുള്ള ഒരു വിമാനത്താവളമായിരുന്നു അത്. UAE അധികൃതർ വളരെ തന്ത്രപരമായാണ് ഭീകരരുമായി ചർച്ചകൾ ആരംഭിച്ചത്. വിമാനത്തിന് ഭക്ഷണവും വെള്ളവും ഇന്ധനവും നൽകാമെന്നും പകരം കുറച്ച് യാത്രക്കാരെയെങ്കിലും മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമടങ്ങുന്ന 27 യാത്രക്കാരെ മോചിപ്പിക്കാൻ ഭീകരർ സമ്മതിച്ചു. വിമാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. പുറത്തു ദുബായിലെ ചൂടുള്ള പ്രഭാതകിരണങ്ങൾ വിമാനത്തിനുള്ളിലേക്ക് കടന്നുവന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ആ 27 പേർ കണ്ണീരോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിമാനത്തിൽ തന്നെ ഉപേക്ഷിച്ച് പുറത്തേക്ക് നടന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും വേദനജനകമായൊരു കാഴ്ചയുണ്ടായിരുന്നു. രക്തത്തിൽ കുളിച്ച രൂപിൻ കത്യാലിന്റെ ചേതനയേറ്റ ശരീരവും അവർ വിമാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടുവെന്നും ആ മൃതദേഹമാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്നും ആ വിമാനത്തിനുള്ളിലിരുന്ന രചന അറിഞ്ഞിരുന്നില്ല. ദുബായിലിറങ്ങിയ യാത്രക്കാരെ UAE അധികൃതർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. അവർക്ക് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും നൽകി. ഭീകരരാവശ്യപ്പെട്ടതുപോലെ വിമാനത്തിൽ പുതിയ ഭക്ഷണപ്പൊതികളും കുടിവെള്ളവും എത്തിച്ചു. ഒപ്പം ആവശ്യത്തിന് ഇന്ധനവും നിറച്ചു. ചെറിയൊരാശ്വാസത്തിനു ശേഷം വിമാനത്തിന്റെ വാതിലുകൾ വീണ്ടും വലിയ ശബ്ദത്തോടെ അടഞ്ഞു. പുറത്തുപോകാൻ കഴിയാത്ത ബാക്കിയുള്ള യാത്രക്കാരുടെ മനസ്സിൽ നിരാശയുടെ കാർമേഘങ്ങൾ വീണ്ടും ഇരച്ചുകയറി. അടുത്ത ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. എഞ്ചിനുകൾ വീണ്ടും ഗർജിക്കാൻ തുടങ്ങി. അൽമിൻഹാദ് എയർബേസിന്റെ റൺവേയിലൂടെ കുതിച്ചുപാഞ്ഞ ആ ശപിക്കപ്പെട്ട വിമാനം വീണ്ടും ആകാശത്തേക്കുയർന്നു. ഇനി അവർക്ക് മുന്നിലുള്ളത് ഏത് രാജ്യമാണെന്നും അവിടെ അവർക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്നും അറിയാതെ ആ 150ഓളം ജീവനുകൾ വീണ്ടും മേഘങ്ങൾക്കിടയിലേക്ക് മറയുകയാണ്. ദുബായിലെ ചൂടുള്ള കാറ്റിനെ പിന്നിലാക്കി പറന്നുയർന്ന IC-814 ഇപ്പോൾ ഏഷ്യൻ വൻകരയുടെ വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് കുതിക്കുകയാണ്. വിമാനത്തിനുള്ളിൽ അവശേഷിക്കുന്ന 150ഓളം യാത്രക്കാരുടെ മനസ്സിൽ ഇരുട്ടാണ്. ദുബായിൽ വെച്ച് വിമാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടപ്പോൾ തങ്ങളെയും ഈ നരകത്തിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പുറത്തുപോയ 27 പേരൊഴികെ ബാക്കി എല്ലാവർക്കും തങ്ങളുടെ സീറ്റുകളിൽ തന്നെ ജീവച്ഛവങ്ങളെപ്പോലെ ഇരിക്കാനായിരുന്നു വിധി. വിമാനം വീണ്ടും മേഘങ്ങൾക്കിടയിലേക്ക് ഉയർന്നതോടെ അവരുടെ അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിൽ ഭക്ഷണം പോലുമില്ലാതെ തളർന്നിരിക്കുന്ന ആ യാത്രക്കാർക്ക് ഇനി തങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. എന്നാൽ കോക്പിറ്റിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഭീകരരുടെ തലവനായ ചീഫ് ക്യാപ്റ്റൻ ദേവി ശരണിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് വിമാനം വിടുക, കാണ്ഡഹാറാണ് നമ്മുടെ ലക്ഷ്യം. ഈ വാക്കുകൾ കേട്ടപ്പോൾ ക്യാപ്റ്റന്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. കാണ്ഡഹാർ 1999 ആ പേര് കേൾക്കുമ്പോൾ തന്നെ ലോകം അയന്നിരുന്നു. താലിബാന്റെ ഹൃദയഭൂമി, ലോകത്തെ ഒരു രാജ്യവും അംഗീകരിക്കാത്ത, നിയമങ്ങളോ മനുഷ്യാവകാശങ്ങളോ ഇല്ലാത്ത, ആയുധങ്ങൾ മാത്രം സംസാരിക്കുന്ന മരുഭൂമി. അവിടേക്കാണ് ഈ നിരപരാധികളായ യാത്രക്കാരുമായി താൻ വിമാനം പറത്താൻ പോകുന്നതെന്ന സത്യം ക്യാപ്റ്റനെ വല്ലാതെ ഭയപ്പെടുത്തി. എന്നാൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. തോക്കിൻ മുനയിൽ നിൽക്കുമ്പോൾ എതിർപ്പുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. വിമാനം പാകിസ്ഥാന്റെ വ്യോമാതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാന്റെ മലനിരകളിലേക്ക് പ്രവേശിക്കുകയാണ്.
താഴെ മഞ്ഞുമൂടിയ ഹിന്ദുകുഷ് പർവ്വതനിരകളും വരണ്ട ഭൂപ്രകൃതിയും കാണാം. അഫ്ഗാനിസ്ഥാനിലെ ഭൂപ്രകൃതിയെപ്പോലെ തന്നെ പരുക്കനായിരുന്നു അവിടുത്തെ ഭരണകൂടവും. IC-814 കാണ്ഡഹാറിലേക്ക് അടുക്കുമ്പോൾ വിമാനത്തിന്റെ ക്യാബിനിൽ ഭീകരരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. ഇതുവരെ അവരുടെ മുഖത്തുണ്ടായിരുന്ന ഭയവും വെപ്രാളവും പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഇപ്പോൾ അവർ വളരെ റിലാക്സ്ഡാണ്. പരസ്പരം ചിരിച്ചുകൊണ്ടും തമാശകൾ പറഞ്ഞുകൊണ്ടുമാണ് അവർ സംസാരിക്കുന്നത്. തങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായൊരു താവളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ സ്വന്തം ആളുകൾക്കിടയിലേക്കാണ് പോകുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. കാണ്ഡഹാർ വിമാനത്താവളം എന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ഒരു സാധാരണ അന്താരാഷ്ട്ര വിമാനത്താവളമായിരുന്നില്ല. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത, റഡാറുകളോ കൃത്യമായ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു പഴയ സൈനിക താവളം. രണ്ടാം ലോകമഹായുദ്ധകാലത്തും പിന്നീട് സോവിയറ്റ് അധിനിവേശ കാലത്തും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു പൊടിപിടിച്ച വലിയ മൈതാനം. വിമാനം താഴേക്കിറങ്ങാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ ദേവി ശരൺ റൺവേ കൃത്യമായി കാണാൻ പാടുപെടുന്നുണ്ടായിരുന്നു. എങ്കിലും തന്റെ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് വെച്ച് അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വിമാനത്തെ റൺവേയിലേക്ക് അടുപ്പിച്ചു. ഒടുവിൽ വലിയൊരു കുലുക്കത്തോടെ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് IC-814 കാണ്ഡഹാറിലെ മണ്ണിൽ ലാൻഡ് ചെയ്തു. വിമാനത്തിന്റെ എഞ്ചിനുകൾ നിലച്ചു. എങ്ങും വലിയൊരു നിശബ്ദത പറന്നു. വിമാനത്തിന്റെ ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കിയ ക്യാപ്റ്റനും ക്രൂ അംഗങ്ങളും കണ്ട കാഴ്ച അവരുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ചുവന്ന മണലാരണ്യം. അതിനു നടുവിൽ കിടക്കുന്ന ആ വിമാനത്തെ വളഞ്ഞുകൊണ്ട് നൂറുകണക്കിന് താലിബാൻ ഭീകരർ നിൽക്കുന്നു. എല്ലാവരും തലപ്പാവ് ധരിച്ച നീണ്ട താടിയുള്ള മനുഷ്യർ. അവരുടെ ഓരോരുത്തരുടെയും കൈകളിൽ AK-47 തോക്കുകളും തോളുകളിൽ റോക്കറ്റ് ലോഞ്ചറുകളുമുണ്ട്. റൺവേയുടെ ചുറ്റുമായി വലിയ യുദ്ധ ടാങ്കറുകളും വിമാനവേധ തോക്കുകളും, അതായത് ആന്റി എയർക്രാഫ്റ്റ് ഗൺസും സജ്ജീകരിച്ചു നിർത്തിയിരിക്കുന്നു. ഒരു യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വലിയ സൈന്യത്തിന് നടുവിലേക്കാണ് ആ വിമാനം ചെന്നിറങ്ങിയിരിക്കുന്നത്. ഭീകരരിൽ നിന്നും യാത്രക്കാരെ രക്ഷിക്കാനാണ് തങ്ങൾ വിമാനത്തിനു ചുറ്റും സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് താലിബാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ പുറത്തുനിന്നും ഒരു രാജ്യത്തിന്റെയും കമാൻഡോകൾ വിമാനത്തിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ ഹൈജാക്കർമാർക്കൊരു സുരക്ഷാ കവചം തീർക്കുകയായിരുന്നു അവർ. വിമാനത്തിനുള്ളിലെ ഭീകരർ ഈ കാഴ്ച കണ്ട ആഹ്ലാദഭരിതരായി. അവർ തങ്ങളുടെ മുഖമൂടികൾ പതുക്കെ മാറ്റാൻ തുടങ്ങി. ഇനി തങ്ങളെ ആർക്കും തൊടാൻ കഴിയില്ല എന്ന അഹങ്കാരം അവരുടെ ഓരോ വാക്കുകളിലുമുണ്ടായിരുന്നു. അവർ പുറത്തു നിൽക്കുന്ന താലിബാൻകാരെ നോക്കി കൈവീശി കാണിക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം ജനാലകളിലൂടെ ചെറിയ വിടവിലൂടെ കണ്ട യാത്രക്കാർക്ക് തങ്ങൾ പെട്ടുപോയിരിക്കുന്ന അപകടത്തിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാകുകയായിരുന്നു. അമൃത്സറിലോ ദുബായിലോ വെച്ച് വിമാനത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന അവരുടെ ചെറിയ പ്രതീക്ഷകൾ ഇവിടെ പൂർണ്ണമായും അവസാനിച്ചു. ഇനി ഇന്ത്യയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ ഒരു കമാൻഡോ ഓപ്പറേഷൻ ഇവിടെ ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും സ്രവം നടന്നാൽ വിമാനത്തിന് ചുറ്റും നിൽക്കുന്ന ആ താലിബാൻ ടാങ്കറുകൾ നിമിഷനേരം കൊണ്ട് ഈ വിമാനത്തെ ഒരു ചാരക്കൂമ്പാരമാക്കി മാറ്റുമെന്ന് അവർക്കുറപ്പായിരുന്നു. അവർ പൂർണ്ണമായും ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു, തികച്ചും ഒരു തടവറയിൽപ്പെട്ടതുപോലെ. ന്യൂഡൽഹിയിൽ ഈ വാർത്തയെത്തിയപ്പോൾ ഇന്ത്യൻ ഭരണകൂടം വലിയൊരു പ്രതിസന്ധിയിലായി. വിമാനം കാണ്ഡഹാറിൽ ഇറങ്ങി എന്ന വിവരമറിഞ്ഞതോടെ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് നിരാശ പടർന്നു. കാരണം അന്ന് ഇന്ത്യക്ക് താലിബാൻ സർക്കാരുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവുമില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്കൊരു എംബസി പോലുമില്ല. ആരെയാണ് വിളിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത അവസ്ഥ. ഇസ്രയേൽ എൻഡബയിൽ നടത്തിയതുപോലെയുള്ള ഒരു മിന്നലാക്രമണം കാണ്ഡഹാറിൽ നടത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യമായിരുന്നു. കാരണം താലിബാന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണത്. യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ ഇനി ചർച്ചകളല്ലാതെ വേറെ യാതൊരു വഴിയും ഇന്ത്യക്ക് മുന്നിലില്ല എന്ന ഭയാനകമായ സത്യം രാജ്യം തിരിച്ചറിയാൻ തുടങ്ങി. കാണ്ഡഹാറിലെ പകൽ സമയം വളരെ വേഗം അവസാനിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഡിസംബർ മാസത്തിലെ കൊടും തണുപ്പ് പതിയെ താഴേക്കിറങ്ങി വരികയാണ്. രാത്രിയായതോടെ താപനില 0-നും താഴേക്ക് -ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തി. വിമാനത്തിന്റെ പ്രധാന എഞ്ചിനുകൾ ഓഫ് ചെയ്തതോടെ ഉള്ളിലെ ഹീറ്ററുകളും എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളും പ്രവർത്തിക്കാതായി. അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് വിമാനത്തിന്റെ ലോഹഭിത്തികളിലൂടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി. യാത്രക്കാരുടെ കൈവശം കമ്പിളി വസ്ത്രങ്ങളോ പുതപ്പുകളോ ഉണ്ടായിരുന്നില്ല. കൊടും തണുപ്പിൽ അവർ സീറ്റുകളിൽ ചുരുണ്ടുകൂടി കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എങ്ങും കൂരിരുട്ട്. പുറത്ത് താലിബാൻ കാവൽക്കാരുടെ തോക്കുകളുടെ ശബ്ദവും അവരുടെ സംസാരവും ഇടവിട്ട് കേൾക്കാം.
വിമാനത്തിനുള്ളിൽ ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ടോയ്ലറ്റുകൾ ദിവസങ്ങളായി വൃത്തിയാക്കാത്തതിനാൽ വിസർജ്യങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിരുന്നു. തണുപ്പും വിശപ്പും ദാഹവും മരണഭയവും എല്ലാം കൂടി ആ വിമാനത്തെ ഒരു യഥാർത്ഥ നരകമാക്കി മാറ്റി. ഓരോ യാത്രക്കാരനും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇരുട്ടിലിരുന്ന് നിശബ്ദമായി കരഞ്ഞു. ഇത് തങ്ങളുടെ അവസാനത്തെ യാത്രയാണെന്നും ഇനി ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്നും അവർ വിശ്വസിച്ചു തുടങ്ങി. ഹൈജാക്കർമാർ ഇപ്പോൾ വളരെ ശാന്തരാണ്. കാരണം അവർക്ക് അനുകൂലമായ ഗ്രൗണ്ടിലാണ് അവർ നിൽക്കുന്നത്. എന്താവശ്യപ്പെട്ടാലും ഇന്ത്യക്കത് സാധിച്ചു കൊടുക്കേണ്ടി വരും എന്നവർക്കറിയാം. പുറത്ത് കാണ്ഡഹാറിലെ മണലാരണ്യത്തിൽ മരവിപ്പിക്കുന്ന കാറ്റ് വീശിയടിക്കുന്നുണ്ട്. ആ കൊടും തണുപ്പുള്ള രാത്രിയിൽ IC-814 എന്ന ആ വിമാനം 150-ലധികം ജീവനുകളുമായി താലിബാന്റെ തോക്കിൻ മുനയിൽ ഒരു വലിയ വിലപേശലിനായി കാത്തുകിടക്കുകയാണ്. കാണ്ഡഹാറിലെ ആ വലിയ മണലാരണ്യത്തിൽ ഇരുട്ട് വീഴുന്നതോടെ താപനില കുത്തനെ താഴേക്ക് പതിക്കുകയാണ്. ഡിസംബർ മാസത്തിലെ അഫ്ഗാനിസ്ഥാനിലെ ശൈത്യം എത്രത്തോളം ഭയാനകമാണെന്ന് ആ വിമാനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 150-ലധികം വരുന്ന യാത്രികർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. വിമാനത്തിന്റെ പ്രധാന എഞ്ചിനുകൾ ഓഫ് ചെയ്യപ്പെട്ടതോടെ ക്യാബിനിലെ താപനില ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ പൂർണ്ണമായും നിലച്ചു. പുറത്തെ മരവിപ്പിക്കുന്ന തണുപ്പുള്ള കാറ്റ് ആ വലിയ എയർബസ് വിമാനത്തിന്റെ ലോഹഭിത്തികളിലൂടെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിമാനത്തിനുള്ളിലെ താപനില 0-നും താഴെയായി. അതൊരു യാത്രാവിമാനമായിരുന്നില്ല ഇപ്പോൾ, മറിച്ച് ജീവനുള്ള മനുഷ്യരെ നിറച്ചുവെച്ച് ഒരു വലിയ ഐസ് ബോക്സായി മാറുകയായിരുന്നു. നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വെറുമൊരു ചെറിയ യാത്രയ്ക്കായി ഇറങ്ങിത്തിരിച്ചവരായിരുന്നു അതിലെ യാത്രികരിലധികവും. ഭൂരിഭാഗം പേരും വെറും സാധാരണ ഷർട്ടുകളോ സാരികളോ മാത്രമാണ് ധരിച്ചിരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഈ കൊടും തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ കമ്പിളി വസ്ത്രങ്ങളോ വലിയ ജാക്കറ്റുകളോ ഒന്നും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. ഉള്ള നേർത്ത വസ്ത്രങ്ങൾക്കുള്ളിൽ അവർ പരസ്പരം ചൂട് പകർന്ന് പല്ലുകൾ കൂട്ടിയിടിച്ച് വിറങ്ങലിച്ച് തങ്ങളുടെ സീറ്റുകളിൽ ചുരുണ്ടുകൂടിക്കിടന്നു. വിമാനത്തിന്റെ ജനാലച്ചീലുകൾക്കുള്ളിൽ പോലും അതികഠിനമായ തണുപ്പുകൊണ്ട് ഐസ്പാളികൾ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. സീറ്റുകളുടെ ഹാൻഡ് റെസ്റ്റുകളിൽ തൊടുമ്പോൾ പോലും മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടത്. തണുപ്പിനേക്കാൾ ഭയാനകമായിരുന്നു വിമാനത്തിനുള്ളിലെ വായുവിന്റെ അവസ്ഥ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 200ഓളം ആളുകൾ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ വിമാനത്തിലെ വെറും 4 ചെറിയ ടോയ്ലറ്റുകൾ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരുന്നു. ഫ്ലഷ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാതായതോടെ വിസർജ്യങ്ങൾ പുറത്തേക്കൊഴുകി വിമാനത്തിന്റെ ഫ്ലോറിലൂടെ കാർപ്പറ്റുകളിലൂടെ യാത്രികരുടെ സീറ്റുകൾക്കിടയിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു. ശ്വാസം മുട്ടിക്കുന്ന അസഹനീയമായ ആ ദുർഗന്ധം ക്യാബിനിൽ മുഴുവൻ നിറഞ്ഞു നിന്നു. പലർക്കും ആ ഗന്ധം വഹിച്ച് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നെങ്കിലും വയറ്റിൽ ഭക്ഷണമില്ലാത്തതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം മാത്രമാണ് പുറത്തേക്ക് വന്നത്. വായുസഞ്ചാരം തീരെയില്ലാത്ത ആ അടഞ്ഞ ഇടത്തിൽ ഓരോ തവണ ശ്വാസമെടുക്കുമ്പോഴും അവർ സ്വന്തം മരണത്തിന്റെ ഗന്ധമാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. തങ്ങളുടെ വസ്ത്രങ്ങളുടെ ഒരറ്റം കൊണ്ടോ കയ്യിലുള്ള ചെറിയ തൂവാലകൾ കൊണ്ടോ മൂക്കും വായും ഇറുകെ പൊത്തിപ്പിടിച്ചാണ് ഓരോരുത്തരും അവിടെയിരുന്നത്. കുട്ടികളുടെയും പ്രായമായവരുടെയും അവസ്ഥ ഇതിലും പരിതാപകരമായിരുന്നു. പലർക്കും ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി. പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ള പ്രായമായ യാത്രക്കാർ മരുന്നുകൾ ലഭിക്കാതെ ബോധരഹിതരാകുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാലുകൾ നീട്ടിവെക്കാനോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാതെ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരുന്ന് പലർക്കും കാലുകളിൽ നീരുവന്ന് വീർക്കുകയും പേശികൾക്ക് കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തു. ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള നരകയാതനയാണ് ആ ഇരുണ്ട ക്യാബിനുള്ളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ദുബായിൽ നിന്നും ലഭിച്ച ഭക്ഷണപ്പൊതികൾ തീർന്നതിനു ശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളായി അവരുടെ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ലായിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് യാത്രക്കാരുടെ തൊണ്ട വരണ്ടുണങ്ങി. വിമാനത്തിൽ കുടിവെള്ളം പൂർണ്ണമായും തീർന്നിരുന്നു. പിഞ്ചുകുഞ്ഞുങ്ങൾ ദാഹിച്ചു കരയുമ്പോൾ അവർക്ക് നൽകാൻ ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ അമ്മമാർ നിസ്സഹായരായി കണ്ണീർ വാർത്തു. താലിബാൻ അധികൃതർ ചില സമയങ്ങളിൽ പുറത്തുനിന്നും കുറച്ച് ഉണങ്ങിയ അഫ്ഗാൻ റൊട്ടിയും ആപ്പിളും വിമാനത്തിലേക്ക് കൊടുത്തയച്ചിരുന്നു. എന്നാൽ അത് അവിടെയുള്ള എല്ലാവർക്കും തികയുമായിരുന്നില്ല. ആ കട്ടിയുള്ള റൊട്ടി കടിച്ചിറക്കാൻ പോലും പലർക്കും കഴിഞ്ഞില്ല. കിട്ടുന്ന ആപ്പിൾ കഷ്ണങ്ങൾ അവർ ആദ്യം കുട്ടികൾക്ക് നൽകി. തണുപ്പും വിശപ്പും ദാഹവും ഒരുമിച്ച് ആക്രമിച്ചപ്പോൾ യാത്രക്കാർ ശാരീരികമായും മാനസികമായും പൂർണ്ണമായും തളർന്നു കഴിഞ്ഞിരുന്നു. പലരും തങ്ങളുടെ മരണത്തിനായി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്നും ഒന്ന് പുറത്തു കടന്നാൽ മതി. അതിനെ വെടിയേറ്റ് മരിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവർക്ക് സമ്മതമായിരുന്നു.
യാതൊരു പ്രതീക്ഷയുമില്ലാതെ ജീവച്ഛവങ്ങളെപ്പോലെയാണ് ഓരോ യാത്രക്കാരനും ആ സീറ്റുകളിലിരുന്നത്. യാത്രക്കാർ ഈ കൊടിയ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ഹൈജാക്കർമാർ തികച്ചും വ്യത്യസ്തമായൊരു മാനസികാവസ്ഥയിലായിരുന്നു. കാണ്ഡഹാറിലെത്തിയതോടെ അവർക്ക് ഇന്ത്യയുടെ കമാൻഡോ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭയം പൂർണ്ണമായും ഇല്ലാതായി. 5 ഭീകരർക്കും അവർ തന്നെ ഇട്ട ഓരോ പേരുകളുണ്ടായിരുന്നു. ചീഫായിരുന്നു അവരുടെ തലവൻ. ബർഗർ, ഡോക്ടർ, ഭോല, ശങ്കർ എന്നിവരായിരുന്നു മറ്റുള്ളവർ. യാത്രക്കാരുടെ കണ്ണുകൾ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന തുണികൾ അവരിപ്പോൾ അഴിച്ചുമാറ്റിയിരുന്നു. തങ്ങൾ തികച്ചും സുരക്ഷിതരാണെന്ന ചിന്ത അവരെ വളരെ റിലാക്സ്ഡാക്കി. ചില സമയങ്ങളിൽ അവർ വളരെ സൗമ്യരായാണ് യാത്രക്കാരോട് ഇടപെട്ടിരുന്നത്. ബർഗർ എന്നറിയപ്പെടുന്ന ഭീകരൻ യാത്രക്കാർക്കിടയിലൂടെ നടന്ന് അവരോട് സംസാരിക്കുകയും ചിലപ്പോൾ തമാശകൾ പറയുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനെക്കുറിച്ചും അവരുടെ മതപരമായ പോരാട്ടങ്ങളെക്കുറിച്ചുമെല്ലാം അയാൾ നീണ്ട പ്രസംഗങ്ങൾ നടത്തി. ചില സമയങ്ങളിൽ യാത്രക്കാരെക്കൊണ്ട് അയാൾ പാട്ടുകൾ പാടിക്കുകയും കൈകളിൽ ഒരു ഗ്രനേഡ് പിടിച്ചുകൊണ്ട് അയാൾ അത് കേട്ട് ആസ്വദിക്കുകയും ചെയ്യും. എന്നാൽ അടുത്ത നിമിഷം അയാളുടെ ഭാവം പൂർണ്ണമായും മാറും. AK-47 തോക്കുകൾ യാത്രക്കാരുടെ നെഞ്ചിലേക്ക് ചൂണ്ടി അയാൾ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. എപ്പോഴാണ് അവർ ചിരിക്കുന്നതെന്നും എപ്പോഴാണ് അവർ വെടിയുതിർക്കുന്നതെന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരുതരം മാനസിക വിഭ്രാന്തിയിലായിരുന്നു ഭീകരർ. ഈ അനിശ്ചിതത്വം യാത്രക്കാരുടെ മാനസിക സമനില കൂടുതൽ തെറ്റിച്ചു. ഒരു നിമിഷം ജീവൻ തിരികെ കിട്ടിയെന്ന ആശ്വാസം തൊട്ടടുത്ത നിമിഷം തലയ്ക്ക് നേരെ നീളുന്ന തോക്കിൻ കുഴലിൽ അവസാനിക്കുന്ന ഭീകരമായ അവസ്ഥയാണതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിനെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന മനഃശാസ്ത്രജ്ഞർ വിളിക്കാറുണ്ടെങ്കിലും അവിടുത്തെ യാഥാർത്ഥ്യം ഭയം മാത്രമായിരുന്നു. ഈ വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ധൈര്യം കൈവിടാതെ നിന്നത് ക്യാപ്റ്റൻ ദേവി ശരണം അദ്ദേഹത്തിന്റെ ക്രൂ അംഗങ്ങളുമായിരുന്നു. വിമാനത്തിനുള്ളിലെ അവസ്ഥ നാൾക്കുനാൾ വഷളാകുകയാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. യാത്രക്കാരുടെ ജീവൻ നിലനിർത്താൻ അദ്ദേഹം നിരന്തരം ഹൈജാക്കർമാരോട് കേണപേക്ഷിച്ചു. വിമാനത്തിലെ ഓക്സിലറി പവർ യൂണിറ്റ് APU പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഇന്ധനം നൽകാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. അത് പ്രവർത്തിപ്പിച്ചാൽ വിമാനത്തിനുള്ളിൽ കുറച്ചെങ്കിലും ചൂട് നിലനിർത്താൻ കഴിയുമായിരുന്നു. താലിബാൻ അധികൃതരുമായി ആശയവിനിമയം നടത്തി എങ്ങനെയെങ്കിലും ടോയ്ലറ്റുകൾ വൃത്തിയാക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു. എയർ ഹോസ്റ്റസുമാർ തങ്ങളുടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ ഇരുട്ടിലും ദുർഗന്ധത്തിലും യാത്രക്കാർക്കിടയിലൂടെ നടന്നു. അവർക്ക് ലഭ്യമായ കുറഞ്ഞ വെള്ളവും ഭക്ഷണവും ഏറ്റവും ആവശ്യമുള്ളവർക്കും കുട്ടികൾക്കും തുല്യമായി വിതരണം ചെയ്യാൻ അവർ ശ്രദ്ധിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ യാത്രക്കാരെ ചേർത്തുപിടിച്ച് എല്ലാം ശരിയാകും, ഡൽഹിയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ആളുകൾ വരുന്നുണ്ട്, നമ്മൾ ഉടൻ നാട്ടിലെത്തും എന്ന് പറഞ്ഞവർ നിരന്തരം ആശ്വസിപ്പിച്ചു. സ്വന്തം വീടുകളിൽ തങ്ങളുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ആ ക്രൂ അംഗങ്ങളും ഉള്ളിൽ കരയുന്നുണ്ടായിരുന്നെങ്കിലും പുറത്തവർ അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ചു. പുറത്തു പകൽ വെളിച്ചം വരുമ്പോൾ താലിബാൻ കാവൽക്കാർ വിമാനത്തിനു ചുറ്റും റോന്തു ചുറ്റുന്നത് ജനാലകളിലൂടെ യാത്രക്കാർക്ക് കാണാമായിരുന്നു. അവരുടെ വലിയ യുദ്ധ ടാങ്കറുകളും തോളിൽ വയ്ക്കാവുന്ന റോക്കറ്റ് ലോഞ്ചറുകളും കണ്ടപ്പോൾ വിമാനത്തിൽ നിന്നും ചാടി രക്ഷപ്പെടാമെന്ന നേരിയ ചിന്ത പോലും അവരുടെ മനസ്സിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞുപോയി. വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ അഫ്ഗാനിസ്ഥാന്റെ വരണ്ട മരുഭൂമിയിൽ എങ്ങോട്ടു പോകാനാണ്? ദിവസങ്ങൾ രാവും പകലും മാറി മാറി വന്നിട്ടും വിമാനത്തിനുള്ളിലെ ഇരുട്ടിൽ സമയം എങ്ങനെയാണ് കടന്നുപോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. വാച്ചുകളിലെ സമയം നോക്കി മാത്രമാണ് രാവാണോ പകലാണോ എന്നവർ തിരിച്ചറിഞ്ഞത്. ഇതിനിടയിൽ ഡൽഹിയിൽ നിന്നും ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾ കാണ്ഡഹാറിലേക്ക് ചർച്ചകൾക്കായി പുറപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത ഭീകരരുടെ തലവനായ ചീഫ് തന്നെ യാത്രക്കാരെ അറിയിച്ചു. അതൊരു ചെറിയ പ്രതീക്ഷയുടെ കിരണമായിരുന്നെങ്കിലും ഭീകരരുടെ ഡിമാൻഡുകൾ ഇന്ത്യ അംഗീകരിക്കുമോ എന്ന ഭയം എല്ലാവരിലും ഉണ്ടായിരുന്നു. അവർ ചോദിക്കുന്നത് നൽകിയില്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് മുന്നിലിട്ട് തങ്ങളെ ഓരോരുത്തരെയായി കൊന്നുതള്ളുമെന്ന് ഹൈജാക്കർമാർ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ആ എയർബസ് വിമാനത്തിനുള്ളിൽ ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ശ്വാസം വലിക്കുന്ന ശബ്ദങ്ങളും പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദങ്ങളും മരണത്തെ ഓർത്ത് വിതുമ്പുന്ന പ്രായമായവരുടെ പ്രാർത്ഥനകളും മാത്രമാണ്. ശരീരത്തിലെ ഊർജം പൂർണ്ണമായും ചോർന്നുപോയ മനുഷ്യർ, സ്വന്തം വിയർപ്പിന്റെയും വിസർജ്യത്തിന്റെയും ദുർഗന്ധത്തിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ജീവനുകൾ. പുറത്ത് അഫ്ഗാനിസ്ഥാന്റെ മറവിപ്പിക്കുന്ന തണുപ്പും താലിബാന്റെ കാവൽക്കാരും, അകത്ത് തങ്ങളുടെ ജീവനെടുക്കാൻ ഏത് നിമിഷവും തയ്യാറായി നിൽക്കുന്ന 5 കൊടും ഭീകരർ. ഇതിനെല്ലാമിടയിൽ എന്നെങ്കിലും ഒരിക്കൽ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ സുരക്ഷിതരായി ഇറങ്ങാമെന്നും തങ്ങളുടെ കുടുംബാംഗങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാമെന്നും വിശ്വസിച്ച് കാത്തിരിക്കുന്ന കുറേ മനുഷ്യർ. ഓരോ പുതിയ പ്രഭാതവും അവർക്ക് സമ്മാനിച്ചത് തീരാത്ത ഭയവും നിരാശയും മാത്രമായിരുന്നു. ജീവനും മരണത്തിനുമിടയിലുള്ള ആ നൂൽപ്പാനത്തിലൂടെ IC-814 എന്ന വിമാനത്തിലെ യാത്രക്കാരുടെ ജീവിതം കാണ്ഡഹാറിലെ മണ്ണിൽ അനന്തമായി നീളുകയായിരുന്നു. കാണ്ഡഹാറിലെ തണുത്തുറഞ്ഞ മണലാരണ്യത്തിലേക്ക്
ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രത്യേക വിമാനം വന്നിറങ്ങുന്നു. യാത്രാവിമാനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 150-ലധികം വരുന്ന നിരപരാധികളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഡൽഹിയിൽ നിന്നും ആ നയതന്ത്ര പ്രതിനിധികൾ അവിടെ എത്തിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായ വിവേക് കഡ്ജു, ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ അജിത് ഡോവൽ എന്നിവരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘമാണ് ആ വിമാനത്തിലുള്ളത്. വിമാനത്തിന്റെ പടവുകളിറങ്ങി കാണ്ഡഹാറിലെ പൊടിപിടിച്ച മണ്ണിലേക്ക് കാൽ കുത്തുമ്പോൾ തന്നെ അവർക്ക് തങ്ങൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകുന്നുണ്ട്. ചുറ്റുപാടും കണ്ണെത്താ ദൂരത്തോളം താലിബാൻ ഭീകരർ ആയുധങ്ങളുമായി കാവൽ നിൽക്കുകയാണ്. റോക്കറ്റ് ലോഞ്ചറുകളും വിമാനവേധ തോക്കുകളുമായി നിൽക്കുന്ന ആ സൈന്യത്തിന് നടുവിലൂടെ തങ്ങളുടെ പൗരന്മാരെ രക്ഷിക്കാനുള്ള ഒരു അസാധ്യമായ ദൗത്യവുമായാണ് ആ ഇന്ത്യൻ സംഘം നടന്നു നീങ്ങുന്നത്. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക പ്രതിനിധികളായി വന്നിട്ടും യാതൊരുവിധ സുരക്ഷാ ഉറപ്പുകളും അവർക്കവിടെയില്ല. ശത്രുവിന്റെ മടയിൽ ചെന്ന് അവരുടെ തന്നെ ഭാഷയിൽ സംസാരിച്ച് തങ്ങളുടെ ആളുകളെ തിരികെ കൊണ്ടുവരിക എന്ന ജീവൻ മരണ പോരാട്ടത്തിനാണ് അവിടെ തുടക്കം കുറിക്കുന്നത്. കാണ്ഡഹാർ വിമാനത്താവളത്തിലെ വെളിച്ചം കുറഞ്ഞ പൊടിപിടിച്ച ഒരു പഴയ മുറിയിലാണ് ചർച്ചകൾക്കായി വേദിയൊരുക്കിയിരിക്കുന്നത്. മുറിയുടെ ഒരു വശത്ത് താലിബാന്റെ വിദേശകാര്യമന്ത്രിയായ വക്കീൽ അഹമ്മദ് മുത്തവക്കീൽ മധ്യസ്ഥനായിരിക്കുന്നുണ്ട്. എന്നാൽ ആ മധ്യസ്ഥത വെറുമൊരു പ്രഹസനം മാത്രമാണെന്ന് ഇന്ത്യൻ പ്രതിനിധികൾക്ക് നന്നായി അറിയാം. കാരണം പുറത്ത് വിമാനത്തിനുള്ളിലിരിക്കുന്ന ഹൈജാക്കർമാരും മധ്യസ്ഥനായിരിക്കുന്ന താലിബാനും ഒരേ ആശയങ്ങൾ പിന്തുടരുന്ന ഒരേ ഭാഷ സംസാരിക്കുന്നവരാണ്. ഒരു മേശയ്ക്ക് ഇരുവശത്തുമായി ഇരുന്ന ചർച്ചകൾ ആരംഭിക്കുമ്പോൾ മുത്തവക്കീലിലൂടെ ഹൈജാക്കർമാർ തങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ത്യക്ക് മുന്നിലേക്ക് വയ്ക്കുന്നു. ആ ആവശ്യങ്ങൾ കേട്ട് ഒരു നിമിഷം ഇന്ത്യൻ നയതന്ത്ര സംഘം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോകുന്നു. കാരണം അവർ ആവശ്യപ്പെട്ടത് ചെറിയ കാര്യങ്ങളായിരുന്നില്ല. ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 36 കൊടുംഭീകരരെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. ആ പട്ടികയിലുള്ള പേരുകൾ കേട്ടാൽ ആരും ഭയന്നുപോകും. മൗലാന മസൂദ് അസർ, ഒമർ ഷേഖ്, മുഷ്താഖ് അഹമ്മദ് സർഗാർ തുടങ്ങി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായ ഭീകരന്മാരുടെ പേരുകളാണ് ആ പട്ടികയുടെ മുൻപന്തിയിലുള്ളത്. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ അവിടെ തീരുന്നില്ല. ഈ 36 ഭീകരരെ വിട്ടയക്കുന്നതിന് പുറമെ $200 മില്യൺ ഇന്ത്യ നൽകണം. അതായത് അന്നത്തെ നിരക്കിൽ ഏകദേശം 1000 കോടിയിലധികം രൂപ. കൂടാതെ കാശ്മീരിൽ വെച്ച് ഇന്ത്യൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സജ്ജാദ് അഫ്ഗാനി എന്ന കൊടും ഭീകരന്റെ മൃതദേഹമടങ്ങിയ ശവപ്പെട്ടി തോണ്ടിയെടുത്ത് കാണ്ഡഹാറിലെത്തിക്കണം. ഈ 3 അസംഭവ്യമായ ആവശ്യങ്ങളാണ് ഹൈജാക്കർമാർ ഇന്ത്യൻ സർക്കാരിന് മുന്നിലേക്ക് നീട്ടുന്നത്. ഈ ആവശ്യങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാം. 36 ഭീകരരെ മോചിപ്പിക്കുക എന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ എന്നേക്കുമായി തകർക്കുന്ന ഒരു തീരുമാനമായിരിക്കും. എന്നാൽ മറുഭാഗത്ത് IC-814 വിമാനത്തിനുള്ളിൽ കൊടും തണുപ്പിലും വിശപ്പിലും മരണം കാത്തുകിടക്കുന്ന 150-ലധികം ജീവനുകളുണ്ട്. വിമാനത്തിനുള്ളിലെ അവസ്ഥ ഓരോ മണിക്കൂറിലും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതു മാത്രമാണ് ഇന്ത്യൻ സംഘത്തിന് മുന്നിലുള്ള ഏക വഴി. ഇവിടെയാണ് അജിത് ഡോവലിനെ പോലുള്ള പരിചയസമ്പന്നരായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ തന്ത്രപരമായ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കുന്നത്. ഹൈജാക്കർമാരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിനു പകരം താലിബാനെ ഉപയോഗിച്ച് തന്നെ അവരുടെ ആവശ്യങ്ങളെ പ്രതിരോധിക്കുക എന്ന അതിബുദ്ധിപരമായ ഒരു തന്ത്രം ഇന്ത്യൻ സംഘം മെനയുന്നു. താലിബാൻ എന്ന ഭീകര സംഘടന ഇസ്ലാമിക നിയമങ്ങളെ വളരെ കർശനമായി പിന്തുടരുന്നവരാണെന്ന് ഡോവലിന് നന്നായി അറിയാമായിരുന്നു. ഈ ഒരു അനുകൂല ഘടകത്തെ അദ്ദേഹം ചർച്ചകളിൽ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. മുത്തവക്കീലിനോട് അദ്ദേഹം വളരെ തന്ത്രപരമായി പറയുന്നു, മനുഷ്യജീവനുകൾക്ക് പകരമായി പണം ആവശ്യപ്പെടുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്കെതിരല്ലേ? അത് തികച്ചും അനിസ്ലാമികമായ ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ആചാരപ്രകാരം ഖബറടക്കിയ ഒരു മൃതദേഹം വീണ്ടും തോണ്ടിയെടുത്ത് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നതും ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. പൂർണ്ണമായും ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന ഒരു രാജ്യത്ത് വെച്ച് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ഇന്ത്യൻ പ്രതിനിധികളുടെ ഈ ചോദ്യത്തിനു മുന്നിൽ താലിബാൻ നേതാക്കൾക്ക് ഉത്തരം മുട്ടുന്നു. തങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ വാദങ്ങളെ എതിർക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പണവും മൃതദേഹവും ആവശ്യപ്പെടുന്നത് തങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് താലിബാനും അംഗീകരിക്കുന്നു. ഉടൻ തന്നെ താലിബാൻ പ്രതിനിധികൾ ഈ വിവരം ഹൈജാക്കർമാരെ അറിയിക്കുന്നു. പണം നൽകണമെന്നതും മൃതദേഹം കൊണ്ടുവരണമെന്നതുമായ ആവശ്യങ്ങൾ പിൻവലിക്കാൻ താലിബാൻ തന്നെ ഹൈജാക്കർമാർക്കുമേൽ കർശനമായ സമ്മർദ്ദം ചെലുത്തുന്നു. താലിബാന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ അവരെ എതിർക്കാൻ ഹൈജാക്കർമാർക്കും കഴിയില്ലായിരുന്നു.
ഒടുവിൽ പണത്തിന്റെയും മൃതദേഹത്തിന്റെയും ആവശ്യങ്ങൾ ഹൈജാക്കർമാർക്ക് പിൻവലിക്കേണ്ടി വരുന്നു. ഇന്ത്യൻ നയതന്ത്ര സംഘത്തിന്റെ അതിഗംഭീരമായ ഒരു വിജയമായിരുന്നു അത്. വെറുമൊരു വാക്കേറ്റത്തിലൂടെ യാതൊരു ആയുധവുമില്ലാതെ അവർ ഭീകരരുടെ 2 വലിയ ഡിമാൻഡുകൾ ഇല്ലാതാക്കി. എന്നാൽ ഏറ്റവും വലിയ കടമ്പ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്: 36 ഭീകരരുടെ മോചനം. ഈ സംഖ്യ എങ്ങനെയും കുറച്ചുകൊണ്ടുവരിക എന്നതാണ് ഇന്ത്യൻ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. അതിനായി അവർ മനഃപൂർവ്വം ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഡൽഹിയിലേക്ക് നിരന്തരം ഫോൺ വിളിച്ചും തീരുമാനങ്ങളെടുക്കാൻ സമയമെടുക്കുന്നതായി കാണിച്ചും അവർ ഹൈജാക്കർമാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. ഭീകരരെ മാനസികമായി തളർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഓരോ ദിവസവും കഴിയുമ്പോഴും വിമാനത്തിനുള്ളിലെ യാത്രികരുടെ അവസ്ഥ ഇന്ത്യൻ പ്രതിനിധികളെയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കുട്ടികളും സ്ത്രീകളുമടക്കമുള്ള യാത്രികർ വിമാനത്തിനുള്ളിൽ മരവിച്ചു മരിക്കാറായിരിക്കുന്നു എന്ന വാർത്തകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഹൈജാക്കർമാർ വിമാനത്തിൽ നിന്നും തങ്ങളുടെ ഭീഷണികൾ ശക്തമാക്കാൻ തുടങ്ങി. ചർച്ചകൾ എങ്ങുമെത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ ഓരോ യാത്രക്കാരെയായി കൊന്നു പുറത്തേക്കെറിയും എന്നവർ മുന്നറിയിപ്പ് നൽകി. വിമാനത്തിനുള്ളിൽ തോക്കുകളുടെ സുരക്ഷാ ലോക്കുകൾ തുറക്കുന്ന ശബ്ദം യാത്രക്കാരെ കേൾപ്പിച്ച് അവർ ഭയം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. താലിബാൻ ഇതിനിടയിൽ മറ്റൊരു വശത്തുകൂടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഒന്നുകിൽ നിങ്ങൾ വേഗം ഒരു തീരുമാനത്തിലെത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചർച്ചകൾ ഇവിടെ അവസാനിപ്പിച്ച് വിമാനവുമായി തിരികെ പോവുക. ഞങ്ങളുടെ മണ്ണിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. താലിബാന്റെ ഈ അന്ത്യശാസനം ഇന്ത്യൻ പ്രതിനിധികളെ ശരിക്കും വരിഞ്ഞു മുറുക്കി. വിമാനത്തിന് യാതൊരു കേടുപാടുകളും വരുത്താതെ, കമാൻഡോ ഓപ്പറേഷനുകളൊന്നുമില്ലാതെ കാണ്ഡഹാറിൽ നിന്നും പുറത്തു പോകണം എന്ന് താലിബാൻ കർശനമായി നിർദ്ദേശിച്ചു. ഒരു വശത്ത് തോക്കിൻമുനയിൽ നിൽക്കുന്ന 150-ലധികം നിരപരാധികൾ, മറുവശത്ത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഭീകരർ. ഇതിനിടയിൽ കിടന്ന് ഇന്ത്യൻ നയതന്ത്ര സംഘം അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയാണ്. ദിവസങ്ങൾ നീണ്ട ഉറക്കമില്ലാത്ത ചർച്ചകൾക്കൊടുവിൽ ഹൈജാക്കർമാരും പതിയെ അയയാൻ തുടങ്ങുന്നു. 36 ഭീകരർ എന്ന ആവശ്യം അവർ പതുക്കെ കുറച്ചുകൊണ്ടുവരുന്നു. 5ആയി, പിന്നീടത് 3ആയി ചുരുങ്ങുന്നു. എന്നാൽ ആ 3 പേർ നിസാരക്കാരായിരുന്നില്ല. മൗലാന മസൂദ് അസർ, ഒമർ ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗാർ എന്നീ 3 കൊടും ഭീകരരെ വിട്ടയച്ചാൽ മാത്രമേ യാത്രികരെ മോചിപ്പിക്കൂ എന്നവർ അന്തിമമായി പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിൽ ഉന്നതതല യോഗങ്ങൾ തുടർച്ചയായി നടക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാക്കളും വലിയൊരു പ്രതിസന്ധിയിലാണ്. ഈ 3 ഭീകരരെ വിട്ടയച്ചാൽ ഭാവിയിൽ ഇന്ത്യ വലിയൊരു വില നൽകേണ്ടി വരുമെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നാൽ കാണ്ഡഹാറിലെ ആ വിമാനത്തിനുള്ളിൽ മരണം കാത്തുകിടക്കുന്ന 150-ലധികം ഇന്ത്യക്കാരുടെ ജീവനും അവർക്ക് പ്രധാനമായിരുന്നു. യാത്രികരുടെ ബന്ധുക്കൾ ഡൽഹിയിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന് അവർ കണ്ണീരോടെ സർക്കാരിനോട് യാചിക്കുകയാണ്. സർക്കാരിന് മേലുള്ള സമ്മർദ്ദം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുന്നു. ആരുടെയും ജീവൻ നഷ്ടപ്പെടാതെ യാത്രികരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ ആ കടുത്ത തീരുമാനമെടുക്കാൻ ഇന്ത്യ ഒടുവിൽ നിർബന്ധിതരാവുകയാണ്. ദിവസങ്ങൾ നീണ്ട സങ്കീർണമായ വിലപേശലുകൾക്കും വാദപ്രതിവാദങ്ങൾക്കുമൊടുവിൽ ഇന്ത്യൻ നയതന്ത്ര സംഘം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. യാത്രക്കാരുടെ ജീവനു പകരമായി ആ 3 കൊടും ഭീകരരെ താലിബാന്റെ മണ്ണിലേക്ക് കൈമാറാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു. കാണ്ഡഹാറിലെ ആ പൊടിപിടിച്ച മുറിയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഉടമ്പടിക്ക് കളമൊരുങ്ങുകയാണ്. ദില്ലിയിലെ കൊടും തണുപ്പുള്ള ഡിസംബർ രാവുകളിൽ ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് കടന്നുപോകുന്നത്. കാണ്ഡഹാറിലെ മണലാരണ്യത്തിൽ മരണം കാത്തുകിടക്കുന്ന 150-ലധികം ജീവനുകളെ രക്ഷിക്കാനിനി ഒരൊറ്റ വഴി മാത്രമേ ഇന്ത്യക്ക് മുന്നിലുള്ളൂ എന്ന യാഥാർത്ഥ്യം രാജ്യത്തിന്റെ ഭരണാധികാരികൾ തിരിച്ചറിയുകയാണ്. ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ഭയാനകമായ തീരുമാനം ഇന്ത്യക്കെടുത്തേ മതിയാകൂ. മൗലാന മസൂദ് അസർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗാർ എന്നീ 3 കൊടും ഭീകരരെ ഇന്ത്യൻ ജയിലുകളിൽ നിന്നും മോചിപ്പിക്കുക. കേവലം 3 പേരുകൾ മാത്രമല്ല ഇത്, മറിച്ച് ഇന്ത്യയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ കാത്തിരിക്കുന്ന 3 വലിയ ആയുധപ്പുരകളാണവ എന്ന് സുരക്ഷാ ഏജൻസികൾക്ക് നന്നായി അറിയാം. ഇതിൽ മൗലാന മസൂദ് അസർ എന്ന ഭീകരൻ ഭാവിയിൽ ഇന്ത്യക്ക് എത്രത്തോളം വലിയ ഭീഷണിയാകും എന്ന് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു വശത്ത് രാജ്യത്തിന്റെ ഭാവി സുരക്ഷ, മറുവശത്ത് വിമാനത്തിനുള്ളിലെ ഇരുട്ടിൽ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന നിരപരാധികളായ മനുഷ്യർ. ഈ 2 കടുത്ത തീരുമാനങ്ങൾക്കിടയിൽപ്പെട്ട്
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും ശരിക്കും വിയർക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ അഭിമാനം പൂർണ്ണമായും അടിയറവ് വെക്കേണ്ടി വരുന്ന ആ നിമിഷം അക്ഷരാർത്ഥത്തിൽ അവരെ തളർത്തുന്നുണ്ട്. എന്നാൽ സർക്കാരിനുമേലുള്ള സമ്മർദ്ദം കേവലം നയതന്ത്ര തലത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ദില്ലിയുടെ തെരുവുകളിൽ ആ ദിവസങ്ങളിൽ ഉയർന്നു കേട്ടത് അലമുറയിട്ട് കരയുന്ന ഒരു പറ്റം മനുഷ്യരുടെ ശബ്ദമായിരുന്നു. IC-814 വിമാനത്തിലുള്ള യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ എന്തു വില കൊടുത്തും തിരികെ കൊണ്ടുവരണമെന്ന് അവർ കണ്ണീരോടെ യാചിച്ചു. പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് അവർ റോഡുകൾ ഉപരോധിക്കുകയാണ്. നിങ്ങളുടെ നയതന്ത്രങ്ങളോ രാഷ്ട്രീയമോ ഒന്നും ഞങ്ങൾക്കറിയേണ്ട, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ അച്ഛനമ്മമാരെ ജീവനോടെ ഞങ്ങൾക്ക് തിരികെ വേണമെന്ന് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു. പലരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറാൻ വരെ ശ്രമിച്ചു. 8 ദിവസങ്ങളായി ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ കൊടുംകണുപ്പിൽ വിറങ്ങലിച്ച് കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥയാലോചിച്ച് ആ കുടുംബങ്ങളുടെ സമനില തെറ്റുന്ന അവസ്ഥയിലായിരുന്നു. സ്വന്തം പൗരന്മാരുടെ ഈ കണ്ണീരിനു മുന്നിൽ ഇന്ത്യ ഗവൺമെന്റിന് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വരികയാണ്. രാഷ്ട്രീയമായോ നയതന്ത്രപരമായോ എന്ത് തിരിച്ചടികളുണ്ടായാലും ആ ജീവനുകളെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ അന്തിമമായി തീരുമാനിക്കുന്നു. സ്വന്തം ജനതയുടെ ജീവന് തന്നെയാണ് മറ്റെന്തിനേക്കാളും വലിപ്പമെന്ന് അവർ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 1999 ഡിസംബർ 31 ലോകം മുഴുവൻ ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക്, 2000-ാം ആണ്ടിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് തയ്യാറെടുക്കുന്ന ആ പകൽ. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ അതൊരു കറുത്ത അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക ബോയിംഗ് 737 വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും റൺവേയിലൂടെ കുതിച്ചുയരുന്നു. ആ വിമാനത്തിൽ അദ്ദേഹത്തിനു പുറമെ ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. എന്നാൽ വിമാനത്തിന്റെ പിൻഭാഗത്തെ സീറ്റുകളിൽ പുറം ലോകം കാണാതെ കണ്ണുകൾ മൂടിക്കെട്ടി കൈകാലുകളിൽ കനത്ത ഇരുമ്പു ചങ്ങലകളുമായി ആ 3 കൊടുംഭീകരരും ഇരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇന്ത്യൻ ജയിലുകളുടെ ഇരുട്ടറകളിൽ കഴിഞ്ഞിരുന്ന അവർ ഇപ്പോഴൊരു പ്രത്യേക യാത്രാവിമാനത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പറക്കുകയാണ്. ജസ്വന്ത് സിംഗിനെ പോലെ ഒരു മുതിർന്ന ക്യാബിനറ്റ് മന്ത്രി തന്നെ നേരിട്ട് ഭീകരരെ അനുഗമിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ്. എങ്കിലും താലിബാന്റെ മണ്ണിൽ വെച്ച് ഭീകരരെ കൈമാറുമ്പോൾ ഒരു നയതന്ത്ര പരിരക്ഷ ഉറപ്പാക്കാനും യാത്രക്കാരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഇന്ത്യ വിശ്വസിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കാണ്ഡഹാറിലെ മരവിപ്പിക്കുന്ന തണുപ്പിലേക്ക് ആ പ്രത്യേക ബോയിംഗ് വിമാനം താഴ്ന്നിറങ്ങുന്നു. വിമാനത്തിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്ന ജസ്വന്ത് സിംഗ് കാണുന്നത് ഭയപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. റൺവേയിൽ IC-814 വിമാനം ഇപ്പോഴും ഒരു പ്രേതാലയം പോലെ കിടപ്പുണ്ട്. അതിനു ചുറ്റുമായി AK-47 തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളുമായി കാവൽ നിൽക്കുന്ന താലിബാൻ സൈന്യത്തിന്റെ വലിയൊരു നിരയുണ്ട്. റെഡ് ക്രോസിന്റെ വാഹനങ്ങൾ റൺവേയുടെ ഒരു വശത്ത് നിർത്തിയിട്ടിരിക്കുന്നു. വിമാനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അഫ്ഗാനിസ്ഥാന്റെ മരുഭൂമിയിൽ നിന്നുള്ള അതിശൈത്യമുള്ള കാറ്റ് വിമാനത്തിനുള്ളിലേക്ക് വീശിയടിച്ചു. അപ്പോഴേക്കും താലിബാൻ വിദേശകാര്യമന്ത്രി വക്കീൽ അഹമ്മദ് മുത്തവക്കീലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വാഹനങ്ങളിലായി വിമാനത്തിന് താഴെ എത്തിക്കഴിഞ്ഞിരുന്നു. വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ പടവുകൾ വഴി ആ 3 ഭീകരരെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു. കാണ്ഡഹാറിലെ പൊടിപിടിച്ച മണ്ണിൽ കാൽകുത്തിയ നിമിഷം അവരുടെ കണ്ണുകളിലെ കെട്ടുകൾ അഴിച്ചുമാറ്റപ്പെടുന്നു. കൈകാലുകളിലെ ചങ്ങലകൾ താക്കോൽ ഉപയോഗിച്ച് ഊരിമാറ്റുന്നു. സ്വതന്ത്രരായ ആ ഭീകരരെ താലിബാൻ നേതാക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ചാണ് സ്വീകരിക്കുന്നത്. ഒരു വലിയ യുദ്ധം ജയിച്ചു വന്ന പോരാളികളെ പോലെയാണ് അവരെ അവിടെ വരവേൽക്കുന്നത്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തികഞ്ഞ നിസ്സഹായതയോടെ ഉള്ളിലെ രോഷം കടിച്ചമർത്തി ഈ കാഴ്ച നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. ഇതേസമയം കുറച്ചകലെ കിടക്കുന്ന IC-814 വിമാനത്തിനുള്ളിൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുവെന്നും നേതാക്കൾ മോചിതരായി കാണ്ഡഹാറിൽ എത്തിയിട്ടുണ്ടെന്നുമുള്ള വിവരം ഭീകരർക്ക് അവരുടെ റേഡിയോ സന്ദേശങ്ങളിലൂടെ ലഭിക്കുന്നു. ദിവസങ്ങളായി ഉറക്കമില്ലാതെ യാത്രക്കാർക്കിടയിലൂടെ ഭീഷണിയുമായി നടന്നിരുന്ന ആ 5 ഭീകരരും ആ നിമിഷം ആഹ്ലാദഭരിതരാകുന്നു. അവരുടെ മുഖത്തെ ക്രൂരത മാറി അവിടെ വലിയൊരു ചിരി വിടരുന്നു. വിമാനത്തിന്റെ ക്യാബിനിൽ നിന്നുകൊണ്ട് ചീഫ് എന്ന് വിളിക്കപ്പെടുന്ന ഭീകരൻ യാത്രക്കാരെ നോക്കി ഉറക്കെ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി മുട്ടുമടക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ആളുകൾ പുറത്തെത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി സ്വന്തം നാട്ടിലേക്ക് പോകാം. ഈ വാക്കുകൾ കേട്ട നിമിഷം
കഴിഞ്ഞ 8 ദിവസമായി മരണം മുന്നിൽ കണ്ട് മരവിച്ചിരുന്ന ആ 150-ലധികം യാത്രക്കാരുടെ ഉള്ളിലൂടെ ഒരു വലിയ ആശ്വാസത്തിന്റെ തിരമാല അടിച്ചുകയറി. അഴുക്കും വിസർജ്യങ്ങളുടെ ദുർഗന്ധവും നിറഞ്ഞ ആ ഇരുണ്ട ക്യാബിനിൽ ഇരുന്നുകൊണ്ട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. 8 ദിവസത്തെ നരകയാതനയ്ക്കൊടുവിൽ തങ്ങൾക്ക് ജീവൻ തിരികെ കിട്ടിയിരിക്കുന്നു എന്ന സത്യം അവർക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ക്യാപ്റ്റൻ ദേവി ശരണം, ക്രൂ അംഗങ്ങളും വലിയൊരു നെടുവീർപ്പോടെ സീറ്റുകളിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. താലിബാൻ പ്രതിനിധികൾ ഇതിനിടയിൽ ഇന്ത്യൻ അധികൃതർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. ഭീകരർ വിമാനം വിട്ടുപോകുന്നതിന് മുൻപ് യാതൊരു കാരണവശാലും യാത്രക്കാർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകില്ലെന്ന് അവർ ഉറപ്പുവരുത്തിയിരുന്നു. വിമാനത്തിനുള്ളിലെ ഭീകരർ തങ്ങളുടെ കൈവശമുള്ള തോക്കുകളും ഗ്രനേഡുകളും മാഗസിനുകളുമെല്ലാം വിമാനത്തിന്റെ സീറ്റുകളിൽ തന്നെ ഉപേക്ഷിക്കുന്നു. പിന്നീട് അവർ പതുക്കെ യാത്രക്കാരോട് യാത്ര പറയുകയാണ്. കേൾക്കുമ്പോൾ തികച്ചും വിചിത്രമായി തോന്നാമെങ്കിലും ചില യാത്രക്കാർക്ക് അവർ കൈകൾ കൊടുക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ചില യാത്രക്കാരെങ്കിലും ഭീകരരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന മാനസികാവസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ നിമിഷങ്ങൾ. ഒടുവിൽ വിമാനത്തിന്റെ പ്രധാന വാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കപ്പെടുന്നു. 5 ഭീകരരും ഓരോരുത്തരായി ആ പടവുകൾ ഇറങ്ങി കാണ്ഡഹാറിലെ മണ്ണിലേക്ക് കാലുകുത്തുന്നു. അവർക്കൊപ്പം ഇന്ത്യ ഇപ്പോൾ വിട്ടയച്ച ആ 3 കൊടും ഭീകരരും ചേരുന്നു. അവർ പരസ്പരം ആലിംഗനം ചെയ്ത് ചിരിക്കുന്നു. തുടർന്ന് അവർ ഒരുമിച്ച് അവിടെ കിടന്ന താലിബാന്റെ വാഹനങ്ങളിൽ കയറുന്നു. ഒരു രാജ്യത്തെ മുഴുവൻ 8 ദിവസത്തോളം മുൾമുനയിൽ നിർത്തിയ രൂബിൻ കത്യാൽ എന്ന നിരപരാധിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഭീകരർ യാതൊരു ശിക്ഷയുമില്ലാതെ വലിയ ആയുധ സന്നാഹങ്ങളുള്ള താലിബാൻ അകമ്പടിയോടെ അഫ്ഗാനിസ്ഥാന്റെ അനന്തമായ മരുഭൂമിയിലേക്ക് വണ്ടിയോടിച്ചു മറയുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു കടുത്ത തോൽവിയായിരുന്നു. ലോകത്തിനു മുന്നിൽ ഒരു തീവ്രവാദ സംഘടനയോട് രാജ്യം വിലപേശി പരാജയപ്പെടുന്ന ദയനീയമായ കാഴ്ച. എന്നാൽ ആ വലിയ തോൽവിക്കുള്ളിൽ ആരും കാണാത്ത ഒരു വിജയവുമുണ്ടായിരുന്നു. 155ഓളം കുടുംബങ്ങളുടെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും അവിടെ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. കൊടും തണുപ്പിലും വിശപ്പിലും പിടഞ്ഞു മരിക്കേണ്ടി വരുമായിരുന്ന ആ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ തിരികെ നൽകാൻ ഇതിലും വലിയൊരു വില കൊടുക്കാനില്ലായിരുന്നു എന്ന് ഇന്ത്യൻ അധികൃതർ സ്വയം ആശ്വസിക്കുകയാണ്. റൺവേയിൽ നിന്നും ഭീകരരുടെ വാഹനങ്ങൾ പൂർണ്ണമായും മറഞ്ഞതോടെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും വിമാനത്തിനടുത്തേക്ക് ഓടിയെത്തുന്നു. ദിവസങ്ങളോളം അടഞ്ഞുകിടന്ന ആ വലിയ നരകത്തിന്റെ വാതിലിലൂടെ അവർ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. തങ്ങളെ രക്ഷിക്കാൻ വന്ന സ്വന്തം രാജ്യത്തിന്റെ പ്രതിനിധികളെ കണ്ടപ്പോൾ യാത്രക്കാരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവർ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ഇനി അവിടെ ഒട്ടും വൈകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വിലപ്പെട്ടതാണ് എത്രയും വേഗം ഈ ശപിക്കപ്പെട്ട മണ്ണിൽ നിന്നും സ്വന്തം നാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ആ ജീവനുകളെ എത്തിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്ത്യയുടെ വലിയൊരു കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കാണ്ഡഹാറിലെ മണ്ണിൽ നിന്നും അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഭീകരർ ആ വിമാനത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തുപോയ നിമിഷം കാണ്ഡഹാറിലെ ആ പഴയ റൺവേയിൽ കിടക്കുന്ന IC-814 വിമാനത്തിനുള്ളിലേക്ക് ഇന്ത്യൻ ഡോക്ടർമാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഒരു സംഘം ഓടിക്കയറുകയാണ്. വിമാനത്തിന്റെ പ്രധാന വാതിൽ കടന്ന് ഉള്ളിലേക്ക് കയറിയ ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ചയും അവിടെ അനുഭവിച്ച ദുർഗന്ധവും അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ദിവസങ്ങളായി അടഞ്ഞുകിടന്ന ആ വലിയ ലോഹക്കുഴലിനുള്ളിൽ മനുഷ്യവിസർജ്യങ്ങളുടെയും അഴുകിയ ഭക്ഷണത്തിന്റെയും വിയർപ്പിന്റെയും രൂക്ഷഗന്ധം ഒരു പുകമറ പോലെ തളം കെട്ടി നിന്നിരുന്നു. വെളിച്ചം കടക്കാത്ത ആ ക്യാബിനിൽ കൊടും തണുപ്പിൽ മരവിച്ച് ജീവൻ മാത്രം ബാക്കിയുള്ള കുറേ മനുഷ്യർ സീറ്റുകളിൽ തളർന്നു കിടക്കുകയായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ പതാക നെഞ്ചിൽ പതിപ്പിച്ച ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ യാത്രികരുടെ കണ്ണുകളിൽ നിന്നും അതുവരെ പിടിച്ചു നിർത്തിയ കണ്ണീർ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. പലർക്കും തങ്ങളുടെ സീറ്റുകളിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല. കുട്ടികൾ ഭയം കാരണം അപ്പോഴും സ്വന്തം അമ്മമാരുടെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു കിടക്കുകയാണ്. ക്യാപ്റ്റൻ ദേവി ശരണും ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരും തങ്ങളുടെ സ്വന്തം തളർച്ച മറന്നുകൊണ്ട് അപ്പോഴും യാത്രക്കാരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയായിരുന്നു. 8 ദിവസത്തെ നരകയാതനയ്ക്കൊടുവിൽ തങ്ങളുടെ ജീവൻ സുരക്ഷിതമാണെന്ന സത്യം ഉൾക്കൊള്ളാൻ പലർക്കും അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. തോക്കിൻ മുനയിൽ നിന്നും തങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ അവരൊരുപാട് സമയമെടുത്തു. ഇന്ത്യൻ ഗവൺമെന്റ് ഒരുക്കിയ പ്രത്യേക വിമാനങ്ങളിലേക്ക് യാത്രികരെ വേഗത്തിൽ മാറ്റാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. കൊടും തണുപ്പിൽ വിറയ്ക്കുന്ന അവർക്ക് പ്രാഥമിക വൈദ്യസഹായവും പുതപ്പുകളും കുടിക്കാൻ അല്പം ചൂടുവെള്ളവും നൽകി. പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത പ്രായമായവരെ ഉദ്യോഗസ്ഥർ താങ്ങിപ്പിടിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഓരോരുത്തരായി ആ ശപിക്കപ്പെട്ട IC-814 വിമാനത്തിന്റെ പടവുകളിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ
കാണ്ഡഹാറിലെ കൊടും തണുപ്പുള്ള കാറ്റ് അവരുടെ മുഖത്തേക്ക് വീശിയടിച്ചു. എന്നാൽ മുൻ ദിവസങ്ങളിൽ അവരെ വിറപ്പിച്ചിരുന്ന ആ തണുപ്പുള്ള കാറ്റിന് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലൂടെ നടന്ന് അവർ ഇന്ത്യയിൽ നിന്നും വന്ന പ്രത്യേക യാത്രാ വിമാനങ്ങളിലേക്ക് കയറുകയാണ്. താലിബാൻ കാവൽക്കാർ അപ്പോഴും റൺവേയുടെ വശങ്ങളിൽ റോക്കറ്റ് ലോഞ്ചറുകളും ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ യാത്രക്കാരുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഭയം പൂർണ്ണമായും ഇല്ലാതായിരുന്നു. കാരണം തങ്ങളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ സ്വന്തം രാജ്യത്തിന്റെ കാവലാളികൾ ഒപ്പമുണ്ടെന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവസാനത്തെ യാത്രക്കാരനും പുറത്തിറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം IC-814 വിമാനത്തിന്റെ ക്യാപ്റ്റൻ ദേവിശരൺ ആ ക്യാബിനിലൂടെ ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. തന്റെ നീണ്ട കരിയറിലെ ഏറ്റവും ഭയാനകമായ ദിവസങ്ങൾ സമ്മാനിച്ച ആ വിമാനത്തോട് വിട പറഞ്ഞ് അദ്ദേഹം അവസാനം പടവുകളിറങ്ങി. എല്ലാവരും വിമാനങ്ങളിൽ സുരക്ഷിതരായി കയറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ആ പ്രത്യേക ഇന്ത്യൻ വിമാനങ്ങൾ കാണ്ഡഹാറിലെ പൊടിപിടിച്ച മണലാരണ്യത്തിൽ നിന്നും റൺവേയിലൂടെ കുതിച്ചുപാഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു. വിമാനത്തിന്റെ ടയറുകൾ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ നിന്നും വേർപെട്ട ആ നിമിഷം വിമാനത്തിനുള്ളിൽ ഉയർന്നത് വലിയൊരു കയ്യടിയും ആശ്വാസത്തിന്റെ നെടുവീർപ്പുകളുമായിരുന്നു. ആകാശത്ത് പറക്കുന്ന ആ വിമാനത്തിൽ വെച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് വയറു നിറയെ ചൂടുള്ള ഭക്ഷണം ലഭിച്ചു. ഓരോരുത്തർക്കും പുതയ്ക്കാനായി പുതിയ കമ്പിളി പുതപ്പുകൾ നൽകി. പരസ്പരം സംസാരിക്കാനും ഉറക്കെ ചിരിക്കാനും ഭയമില്ലാതെ വിമാനത്തിനുള്ളിലൂടെ നടക്കാനും അവർക്ക് സാധിച്ചു. പതുക്കെ പതുക്കെ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും മരണഭയത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോയി തുടങ്ങി. എന്നാൽ ഇതിനെല്ലാമിടയിൽ രചന കത്യാൽ എന്ന ആ 20-കാരി യുവതി മാത്രം തന്റെ ഭർത്താവ് രൂപിൻ എവിടെയാണെന്നറിയാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. തങ്ങളുടെ കൂടെ ദുബായിൽ വെച്ച് വിട്ടയച്ച യാത്രക്കാർക്കൊപ്പം രൂപിൻ നാട്ടിലെത്തിയിട്ടുണ്ടാകും എന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. ദുബായിൽ വെച്ച് വിമാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് തന്റെ ഭർത്താവിന്റെ ചേതനയറ്റ ശരീരമാണെന്നും അവളുടെ ലോകം എന്നേക്കുമായി ഇരുളാൻ കൂവുകയാണെന്നുമുള്ള സത്യം ആ പെൺകുട്ടി അപ്പോഴും അറിഞ്ഞിരുന്നില്ല. അതവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാതെ ഉദ്യോഗസ്ഥർ കണ്ണീരണിഞ്ഞു. 1999 ഡിസംബർ 31 രാത്രി ലോകം മുഴുവൻ ഒരു പുതിയ സഹസ്രാബ്ദത്തെ 2000 ആണ്ടിലെ പുതിയ പ്രഭാതത്തെ വരവേൽക്കാൻ വെടിക്കെട്ടുകളും വലിയ ആഘോഷങ്ങളുമായി കാത്തുനിൽക്കുകയാണ്. എന്നാൽ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മറ്റൊരു വലിയ ജനക്കൂട്ടം കണ്ണീരോടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. 8 ദിവസത്തെ പ്രാർത്ഥനകൾക്കും നെഞ്ചിടിപ്പുകൾക്കും വിരാമമിട്ടുകൊണ്ട് ആ പ്രത്യേക വിമാനങ്ങൾ ഡൽഹിയുടെ റൺവേയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പുറത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കൊടും തണുപ്പിലും 100 കണക്കിന് ആളുകൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു. വിമാനത്തിന്റെ വാതിലുകൾ തുറന്ന് യാത്രക്കാർ പടവുകളിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ വിമാനത്താവളത്തിലെങ്ങും വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. അച്ഛനമ്മമാരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന മക്കൾ, ജീവനോടെ ഇനി കാണാൻ കഴിയില്ലെന്ന് കരുതിയ ഭർത്താവിനെ ചേർത്തു പിടിക്കുന്ന ഭാര്യമാർ, പ്രിയപ്പെട്ടവരുടെ മുഖത്ത് ഉമ്മ വെച്ച് കരയുന്ന പ്രായമായവർ. 8 ദിവസത്തെ മരണഭയത്തിൽ നിന്നും അവരൊരു പുതിയ ജീവിതത്തിലേക്ക് തിരികെ നടക്കുകയായിരുന്നു. ആ നിമിഷങ്ങളിൽ അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെയും മാധ്യമപ്രവർത്തകരുടെയും വരെ കണ്ണുകൾ ഈറനണിഞ്ഞു. എന്നാൽ ഈ വലിയ ആശ്വാസത്തിനും സന്തോഷത്തിനും ഇടയിലും രാജ്യം ഒരു വലിയ തോൽവിയുടെ വേദനയും ഉള്ളിൽ പേറുന്നുണ്ടായിരുന്നു. ഈ 176 ജീവനുകളെ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഭാവി സുരക്ഷയ്ക്ക് എക്കാലത്തെയും വലിയ ഭീഷണിയാകുന്ന 3 കൊടും ഭീകരരെയാണ് ഇന്ത്യക്ക് സ്വതന്ത്രരാക്കേണ്ടി വന്നത്. അതിൽ മൗലാന മസൂദ് അസർ പിന്നീട് ഇന്ത്യയിൽ നിരവധി വലിയ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട സത്യമായി അവശേഷിക്കുന്നു. IC-814 എന്ന ആ വിമാനം ഇന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് ഭയപ്പെടുത്തുന്ന ചില തോൽവികളുടെ പേരിലാണെങ്കിലും അതിനേക്കാളുപരി മനുഷ്യന്റെ അതിജീവനത്തിന്റെയും സ്വന്തം പൗരന്മാർക്ക് വേണ്ടി ഒരു രാജ്യം കൊടുത്ത ഏറ്റവും വലിയ വിലയുടെയും പേരിലാണ്. ഒരു രാജ്യം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്ന ആ 8 ദിവസങ്ങൾ ഡിസംബറിലെ ആ തണുത്ത രാത്രിയോടെ അവിടെ അവസാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം ആ പഴയ കാലത്തിന്റെ